നാരായണ നാരായണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമഃ കായേന വചസാ ധിയാ. നമോ നമഃ ശ്രീഗുരുപാദുകാഭ്യാം. നമോ നമഃ ശ്രീഗുരുപാദുകാഭ്യാം. നമോ നമഃ ശ്രീഗുരുപാദുകാഭ്യാം. വന്ദേ നന്ദൗരജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. ഗോപീചരണാരവിന്ദപരമാണവേ നമഃ. ശ്രീരാധികായൈ നമഃ. രാധാരാസേശ്വരി രാസവാസിനീ രസികേശ്വരി കൃഷ്ണപ്രാണാധിക കൃഷ്ണപ്രിയാ ച കൃഷ്ണരൂപിണി കൃഷ്ണവാമാംഗസംഭൂത പരമാനന്ദരൂപിണി കൃഷ്ണ വൃന്ദാവനീ വൃന്ദാവന വിനോദിനി ചന്ദ്രാവതി ചന്ദ്രകാന്ത ശരച്ചന്ദ്രനിഭാനന. ഓം ശ്രീരാധികായൈ നമഃ. ഓം ശ്രീരാധികായൈ നമഃ. ഓം ശ്രീരാധികായൈ നമഃ. ഗുരുവായൂരപ്പാ ശരണം. സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധേശ്യാം. ഭഗവാന്റെ നരസിംഹാവതാരം ഇന്നലെ അനുസ്മരിച്ചു കഴിഞ്ഞു. സത്യം വിധാതും നൃജഭൃത്യഭാഷിതം. തൻ്റെ ഭൃത്യൻ്റെ വാക്കിനെ സത്യമാക്കാനായി പ്രഹ്ലാദ കുമാരൻ്റെ വാക്കിനെ സത്യമാക്കാനായി, അല്ലെങ്കിൽ തൻ്റെ ഭൃത്യനായിരിക്കുന്ന ബ്രഹ്മദേവൻ്റെ വാക്കിനെ സത്യമാക്കാനായി. ഭഗവാന്റെ ഭൃത്യൻ തന്നെയാണ് ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവൻ കൊടുത്ത അനുഗ്രഹത്തെ സത്യമാക്കണം. ഈ തൂണിലും ഞാൻ ഭഗവാനെ കാണുന്നു എന്ന് തൻ്റെ ഭൃത്യനായിരിക്കുന്ന പ്രഹ്ലാദൻ്റെ വാക്കിനെ സത്യമാക്കണം. സർവത്ര നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ എന്ന വാക്ക് തൻ്റെ ഭക്തന്മാർ പറഞ്ഞു നടക്കുന്നു. സർവത്ര നിറഞ്ഞു നിൽക്കുന്നു ഭഗവാൻ, അതിനെ സത്യമാക്കണം. അങ്ങനെയാണ് ഭഗവാൻ ആ നരഹരി രൂപത്തിൽ ആവിർഭവിച്ചത്. ഹിരണ്യകശിപുവിൻ്റെ മോക്ഷത്തെ നൽകിയ ഭഗവാൻ തൻ്റെ ക്രോധം അടക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു എന്നാണ് തുടങ്ങുന്നത്. ഇന്നലെ സൂചിപ്പിച്ചു വെച്ചു അത് സാറ്, വിശ്വനാഥ സാറ് പറഞ്ഞു വെച്ചു അത്. അങ്ങനെയുള്ള ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് ബ്രഹ്മാദി ദേവന്മാരെ മുഴുവൻ സ്തുതിച്ച് പാടി. എന്നിട്ടും ഭഗവാന്റെ ക്രോധത്തെ അടക്കാൻ സാധിച്ചില്ല. ഇനി എന്താ വഴിയെന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് നല്ല വഴിയുണ്ട്. ഭാര്യ പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം കേട്ടേക്കും. ലക്ഷ്മി ദേവിയെ ഒന്ന് അയച്ചു നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയെ അയക്കുന്ന രംഗം മുതലാണ് ഇന്നത്തെ ചിന്ത. ഏവം സുരാദയ സർവേ ബ്രഹ്മരുദ്രപുരസ്സരാഃ നോപയിതുമശകൻ സന്മന്യു സംരംഭം സുദുരാസദം. ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ ആർക്കും സാധിക്കണില്ല. ഇപ്പോഴ് ഭഗവാന്റെ അടുത്തേക്ക് പോയാലല്ലേ ബാക്കി എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ക്രോധിച്ചുകൊണ്ട് അലറി വിളിച്ചു നിൽക്കുന്ന ആ നരഹരി രൂപത്തെ അടുത്തേക്ക് പോവാൻ ആർക്കും സാധിക്കണില്ല. കാരണം തൻ്റെ ഭക്തനെ ദ്രോഹിച്ചിരിക്കുന്നു. അതാണ് 7-ാം സ്കന്ധത്തിൻ്റെ ആദ്യ ഭാഗം കേൾക്കും.
എപ്പോഴാണോ ഹിരണ്യകശിപു എൻ്റെ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദനെ ദ്രോഹിക്കുന്നത്, ഹനിഷ്യേ എന്നാ ഭഗവാൻ പറഞ്ഞത്, ഞാൻ കൊല്ലും അവനെ, എൻ്റെ ഭക്തനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഭഗവാൻ പറയും നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തന് നാശമില്ല. അതുകൊണ്ട് തന്നെ ദേവന്മാർ മുഴുവൻ എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് സാക്ഷാത് ശ്രീ പ്രേഷിതാ ദേവൈ ആ ശ്രീ ഭഗവതിയെ അയച്ചു. ലക്ഷ്മി ദേവിയോട് പറഞ്ഞു, അവിടുത്തെ ഭർത്താവ് കോപിച്ചിരിക്കുകയാണ്, ഒന്ന് പോയി സമാധാനിപ്പിച്ച നന്നായിരുന്നു. ഓഹോ, ഞാനാവാലോ എന്ന് പറഞ്ഞു പോയതാ. അവിടെ എത്തുമ്പോഴേക്കും തൻ മഹദദ്ഭുതം, അത്ഭുതമായ ആ നരസിംഹരൂപത്തെ കണ്ടിട്ട് ആ അമ്മ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു സാധനത്തെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇതെൻ്റെ ഭർത്താവൊന്നുമില്ല, എൻ്റെ ഭർത്താവ് എത്ര സുന്ദരനാ, ഇത് നോക്കൂ ആ രൂപം, ഞാനില്ല അങ്ങോട്ട്, ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്നായി. പ്രഹ്ലാദം പ്രേഷയാമാസ ബ്രഹ്മാ അവസ്ഥിതം അന്തികേ. ആ ബ്രഹ്മദേവന്റെ അടുത്ത് തൊഴുതുകൊണ്ട് നാരായണ 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 എന്ന് ചൊല്ലുന്ന ആ പ്രഹ്ലാദ കുമാരനോട് പറഞ്ഞു, താത ഉണ്ണി, നിന്റെ അച്ഛനോട് കോപിച്ചിരിക്കുന്ന ഭഗവാനെ സമാധാനിപ്പിക്കാൻ നിനക്കേ സാധിക്കുള്ളൂ, അല്ലാതെ മറ്റൊരാൾക്കും ഇനി സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രഹ്ലാദകുമാരൻ പറഞ്ഞു, തഥാ, ഞാൻ പോവാലോ. കാരണം ഇന്നലെ പറഞ്ഞു, ഭഗവാനെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയത്തിന് സ്ഥാനമില്ല. ആ ഭയമാണ് ഭഗവാൻ കൊടുക്കുന്നത്. ഗുരുവായൂരപ്പനെ നമ്മുടെ ഉള്ളിൽ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയത്തിന് എവിടെയാ സ്ഥാനം? അങ്ങനെയുള്ള ആ ഭഗവത് സ്വരൂപത്തെ മുഴുവനായും തന്നിലേക്ക് ആവാഹിച്ചെടുത്ത പ്രഹ്ലാദകുമാരന് ഒരു വിഷമം ഉണ്ടായില്ല. തഥാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാതാരവിന്ദങ്ങളിലേക്ക് അങ്ങ് പോയി വീണു. ആ പാതാരവിന്ദങ്ങൾ അങ്ങോട്ട് പിടിച്ചു എന്നാണ് ഭഗവാന്റെ. അതോടുകൂടി സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യദേവ കൃപയാ പരിപ്ലുതഃ. സ്വപാദമൂലേ പതിതം തമർഭകം. ഭഗവാൻ അങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ കാലിൽ ആരോ പിടിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കുമ്പോഴേക്കും തൻ്റെ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദനെ കണ്ടതോടുകൂടി കൃപയാ പരിപ്ലുതഃ. ആ ഭാവമാറ്റൊന്ന് നോക്കൂ ഗുരുവായൂരപ്പൻ്റെ. ആ നരസിംഹസ്വാമി ഇത്രയും നേരം ക്രോധിച്ചുകൊണ്ട് അലറി വിളിച്ച് ആ തീക്കട്ടയോടുകൂടിയ കണ്ണുകളങ്ങനെ ഉള്ള ഭഗവാന്റെ കണ്ണ് കൃപയാ, ആ കൃപ അങ്ങനെ വഴിഞ്ഞൊഴുകാൻ തുടങ്ങി. ആ ഭാവക മാറി ഭഗവാന്റെ തൻ്റെ ഭക്തനെ കണ്ടതോടുകൂടി. ഉത്ഥാപ്യ, രണ്ട് കൈ കൊണ്ടങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു ഭഗവാൻ. തച്ഛീർഷണ്യദധാത്കരാംബുജം, തൻ്റെ ആ കൈകള് കരാംബുജം എന്നാ അവിടെ പറഞ്ഞത്. ആ വ്യാസഭഗവാന്റെ പ്രയോഗം ശ്രദ്ധിക്കണം. ഇത്രയും നേരം തൻ്റെ നഖങ്ങൾ എങ്ങനെയുള്ളതാണ്? വജ്രായുധം പോലെയുള്ള നഖങ്ങൾ കൊണ്ടാ ഹിരണ്യകശിപുവിനെ പിളർന്നത്. ആ കൈകൾ എന്തായി മാറി? താമരയായി മാറി ഇപ്പോഴ്. അതാണ് ആ തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കുമ്പോഴേക്കും ആ കരങ്ങൾ അംബുജം, താമര പോലെയായി. അതോടുകൂടി ഭഗവാന്റെ ആ അനുഗ്രഹം. അതെങ്ങനെയുള്ള ഭഗവാന്റെ കൈയാണ്? കാലാഹിവത്രസ്തധിയാം കൃതാഭയം. കാലമാകുന്ന പാമ്പ് പിടിച്ച എല്ലാവരെയും അനുഗ്രഹിക്കാൻ, അഭയം കൊടുക്കാനായിട്ടുള്ള കൈകളാണ് ഭഗവാന്റേത്. അപ്പൊ കാലമാകുന്ന പാമ്പ് പിടിച്ച നമുക്കൊക്കെ അനുഗ്രഹം, അഭയം നൽകാൻ ഒരാൾക്കേ സാധിക്കുള്ളൂ, അത് ഭഗവാനേ സാധിക്കുള്ളൂ. ആ കൈകളാണ് പ്രഹ്ലാദകുമാരൻ്റെ ആ ശിരസിലേക്ക് ഇതാ വെച്ചു കൊടുത്തത്. അങ്ങനെ ശിരസിലേക്ക് വെച്ചപ്പോഴേക്കും ഇവിടെ ഭാഗവതം പറയുന്നു, സ തത്കരസ്പർശധുതാകിലാശുഭ. ധുതമായി, ധുതമായി എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടയായി, കഴുകിക്കളഞ്ഞു. ഭഗവാന്റെ ആ കരസ്പർശത്തോടുകൂടി പ്രഹ്ലാദകുമാരനുണ്ടായ അശുഭങ്ങൾ. എന്താ ഈ അശുഭം എന്ന് പറയാൻ കാരണം? ഇപ്പോൾ അസുര ഉണ്ണിയായിട്ട് ജനിച്ചിരിക്കുന്നത് പൂർവജന്മ കർമ്മം കൊണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും അശുഭം ബാക്കിയുണ്ടെങ്കിൽ ആ അശുഭവും കൂടി കഴുകിക്കളഞ്ഞു ഭഗവാൻ. അതോടുകൂടി
ആ അശുഭങ്ങളൊക്കെ മനസ്സിൽ നിന്നും നീങ്ങിയതോടുകൂടി അതിൻ്റെ ഉള്ളില്, ആ മനസ്സിൻ്റെ ഉള്ളില് പരാത്മദർശന, എന്താണോ നാം അറിയേണ്ടത് അത് അറിയാൻ സാധിച്ചു. അതായത് മഹാവാക്യങ്ങൾ, വേദാന്തം പറയുന്ന മഹാവാക്യങ്ങളിൽ തത്വമസി എന്ന് പറയുന്ന മഹാവാക്യം, ആ തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥം ജീവാത്മ പരമാത്മാ ഭേദം, ഞാൻ തന്നെയാണെന്ന ബോധം, ആ അദ്വൈത ബോധം അല്ലെങ്കിൽ വേദാർത്ഥ ബോധം, വേദത്തിൻ്റെ ജ്ഞാനം, ഇതാണ് അപരോക്ഷമായ അനുഭൂതി. ഇന്നലെ അത് പറയുണ്ടായി, ഇന്നലെ വൈകിട്ടത്തെ പ്രഭാഷണത്തിൽ കുറച്ച് പറഞ്ഞു വെച്ചു. ഒരു മനുഷ്യന് വേണ്ടത് പരോക്ഷമായ അനുഭൂതിയല്ല, അപരോക്ഷമായ അനുഭൂതിയാണ്. ആചാര്യസ്വാമികൾക്ക് ശങ്കരാചാര്യർ ഗ്രന്ഥം തന്നെ എഴുതി, അപരോക്ഷാനുഭൂതി. അതായത് ഞാൻ ആ ഈശ്വരനാണ് എന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, ആ പറഞ്ഞതിനെ സ്വായത്തമാക്കി മനനത്തിലൂടെ ഞാൻ തന്നെയാണത്. പരീക്ഷത്തിനുണ്ടായ, ശ്രീപരീക്ഷത്തിനുണ്ടായ ആ ബോധം, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം, ആ ഒരു ബോധത്തിലേക്ക് എത്താൻ, ആ ഒരു ബോധം പ്രഹ്ലാദകുമാരൻ്റെ ഉള്ളിലേക്ക് ഇതാ എത്തിച്ചേർന്നിട്ട് തത്പാദപത്മം ഹൃദി നിർവൃതോ ദധൗ, ആ ഗുരുവായൂരപ്പൻ്റെ നരഹരിയുടെ പാദാരവിന്ദങ്ങൾ അങ്ങോട്ട് വഹിച്ചു തൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ ഉള്ളിൽ വെച്ച് ആ ആനന്ദത്തെ, അതാണ് ആനന്ദം, ഗുരുവായൂരപ്പൻ്റെ ആനന്ദം. അങ്ങനെ ആനന്ദത്തോടു കൂടിയിട്ട് ഹൃഷ്യത്തനുഹോ, ആ ശരീരം അങ്ങോട്ട് ആനന്ദം കൊണ്ട് രോമാഞ്ചമണിയുന്നൊരവസ്ഥ, ആ ഉള്ളിലുള്ള ആ അവസ്ഥ കണ്ണുനീരായിട്ട്, ആനന്ദ കണ്ണുനീരായിട്ട്, ക്ലിന്നഹിത് അശ്രുലോചന, ക്ലിന്നഹൃത്, ഹൃദയം ആർദ്രമായി പ്രഹ്ലാദൻ്റെ. എന്നിട്ട് ആ ആർദ്രതയാണ് കണ്ണുനീരായിട്ട് പുറത്തേക്ക് വരുന്നത് ഇപ്പോഴ്. അപ്പോൾ പ്രഹ്ലാദകുമാരനുണ്ടായ ആ അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞു, അപരോക്ഷാനുഭൂതി, ആ ബോധത്തിലാണിപ്പോൾ പ്രഹ്ലാദകുമാരൻ്റെ സ്തുതി. ബ്രഹ്മാദയ സുരഗണാഃ മുനയോധസിദ്ധാഃ സത്വൈകതാനമതയോ വചസാം പ്രവാഹൈഃ നാരാധിതും പുരുഗുണൈരധുനാപി വിപ്രുക്കിം തോഷ്ടുമർഹതി സമേ ഹരി ഉഗ്രജാതേ. ആദ്യം തന്നെ ഒരു സംശയമാണ് പ്രഹ്ലാദൻ പറയണത്. ബ്രഹ്മാദയ സുരഗണാഃ മുനയോധസിദ്ധാഃ സത്വൈകതാനമതയഃ, സത്വൈകതാനമതയഃ, സത്വഗുണത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായിരിക്കുന്ന ബ്രഹ്മാദി ദേവന്മാരും ഋഷീശ്വരന്മാരും എത്രയെത്ര സ്തുതികളാ ഭഗവാനെ അവിടത്തേക്ക് ചെയ്തത്, അവിടുത്തെ സന്തോഷാക്കാൻ. എന്നിട്ടോ നാരാധിതും, ആരാധിതും ന പിപ്രു, അവർക്ക് സാധിച്ചില്ല, അവർക്ക് ഈ സ്തുതികളെ കൊണ്ടൊന്നും ഭഗവാനെ അവിടുത്തെ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ. അങ്ങനെയുള്ള ആ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കിം തോഷ്ടും അർഹതി, അങ്ങനെയുള്ള അവിടുത്തെ സന്തോഷിപ്പിക്കാൻ ഉഗ്രജാതേഹേ മേ, ഉഗ്രജാതിയിൽ പിറന്ന ഈ അസുരകുലത്തിൽ ജനിച്ച ഒരു പ്രഹ്ലാദന് അവിടുത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ ഭഗവാനെ? കാരണം ഞാൻ രജോ ഗുണവും തമോ ഗുണവും ആയിട്ട് ജനിച്ചവനാ. സത്വഗുണമൂർത്തികളായിരിക്കുന്ന ദേവന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാ സന്തോഷിപ്പിക്കുക ഭഗവാനെ അവിടുത്തെ? പക്ഷേ അതേ പ്രഹ്ലാദകുമാരൻ പിന്നീട് ഒന്നും കൂടി ചിന്തിച്ചപ്പോൾ പറഞ്ഞു, അല്ല, എനിക്കും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. മന്യേ ധനാഭിജനരൂപതപശ്രുതൗജസ്തേജഃപ്രഭാവ ബലപൗരുഷബുദ്ധിയോഗ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ര്യാതുതോഷ ഭഗവാൻ ഗജയൂഥപായ. മന്യേ
ധനാഭിജനരൂപതപശ്രുതൗജസ്തേജഃ പ്രഭാവ ബലപൗരുഷബുദ്ധിയോഗാഃ. 12 കാര്യങ്ങളാണ് ഇവിടെ പ്രഹ്ലാദകുമാരൻ പറയുന്നത്. ധനം, അഭിജന, ധനാഭിജന, രൂപ, തപ, ശ്രുതൗജ, നല്ല കുലത്തിലുള്ള ജനനം, അതുപോലെ രൂപം, തപസ്, ശ്രുതം, ശാസ്ത്രത്തിലുള്ള പാണ്ഡിത്യം, ഓജസ്, ഇന്ദ്രിയങ്ങളിലുള്ള ശക്തി, തേജസ്, പ്രഭാവം, അതുപോലെ ശരീരബലം, അവസാനം യോഗബലം. അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഒരാൾക്ക്. ഞാൻ ഇതൊക്കെ ഉള്ളവനാണ്. പക്ഷേ അങ്ങനെ ഉള്ളവനാണെന്ന് അഹങ്കരിക്കുന്ന ഒരാൾക്ക് നാരാധനായഹി, അവിടുത്തെ ആരാധിക്കാൻ സാധിക്കുന്നുണ്ടോ ഭഗവാനെ? ഞാനാണ് കേമനെന്ന് വിചാരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ ആരാധിക്കാൻ ശ്രമിച്ചാൽ ഗുരുവായൂരപ്പൻ പറയും, എനിക്ക് കാണേണ്ട നിന്നെ. ഭൂരിമാനഹ എന്നാ പറഞ്ഞത്. ആ അഹങ്കാരം കൊണ്ട് എനിക്ക് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും എന്നാണ് ആരെങ്കിലും വിചാരിക്കണതെങ്കിൽ ഇല്ല. നാരാധനായഹി ഭവന്തി പരസ്യ പുംസോ. ആ പരനായിരിക്കുന്ന പരമപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ സന്തോഷത്തിനൊന്നും അല്ല ഇതൊന്നും. ഇനി ഇതൊന്നും ഇല്ല എങ്കിലോ ഒന്നേ വേണ്ടു, ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. ഒന്ന് മാത്രമേ വേണ്ടു ഭഗവാനിലെ ഭക്തി. ആ പരമമായിരിക്കുന്ന പ്രേമഭാവം ഗുരുവായൂരപ്പനോട്, കൃഷ്ണാന്നൊന്ന് മനസ്സ് തുറന്ന് വിളിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയൊഴിഞ്ഞെനിക്കൊന്നും വേണ്ട, മറ്റൊന്നും നമുക്ക് വേണ്ട. കാരണം ഇതൊന്നും നമ്മളെ ചിലപ്പോൾ സഹായിച്ചില്ല എന്ന് വരും. എൻ്റെ കുടുംബത്തിൻ്റെ മഹത്വം, അല്ലെങ്കിൽ എൻ്റെ ധനം, അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യം, ഇതൊന്നും ശാശ്വതമല്ല. പക്ഷേ ഭഗവാനിലുള്ള ഭക്തിഭാവമാണ് ശാശ്വതം. അതുകൊണ്ട് നമുക്കിങ്ങനെ അന്വേഷിക്കുക, പൂജിക്കുക ഭഗവാനെ. തേടി തേടി നടന്നു കാലടി കഴക്കട്ടെ ഭവൽ കീർത്തനം പാടിപ്പാടി വരണ്ടുണങ്ങുകിലുണങ്ങിയിടട്ടെ ജിഹ്വാഞ്ചലം. കൂടെ കൂടെ നടത്തുമർച്ചന തളർത്തട്ടെ ഈ കൈരണ്ടും, ഈ കൂട് ആത്മാവ് വെടിഞ്ഞിടും വരഹരേ നിന്നെ സ്മരിപ്പാവു ഞാൻ. നമുക്ക് ഭഗവാന്റെ സ്മരണ എത്ര വരെ ആവുള്ളൂ? ഈ കൂട് ആത്മാവ് വെടിഞ്ഞിടും വരെ. അതുവരെ ഭഗവാനെ അന്വേഷിക്കുക, ഭഗവാനെ പൂജിക്കുക. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ സാധിക്കുള്ളൂ. ആ ഭക്തിഭാവം, ഭക്തിയുണ്ടെങ്കിൽ അമൃതമാവുന്നാണ് നാരദര് പറയുന്നത്. ആ അമൃതമാവാനുള്ള ഭാഗ്യം അത് നമുക്കുണ്ടാവണം. അതുകൊണ്ടല്ലേ ഒരു ഗജേന്ദ്രന് നമുക്ക് കേൾക്കാം. അടുത്ത പ്രഭാഷണം ഗജേന്ദ്ര സ്തുതിയാണ്. ഇവിടെ ഗജേന്ദ്ര മോക്ഷമാണ്. ആ അഖില ഗുരുവായിരിക്കുന്ന നാരായണനെ തൻ്റെ ഹൃദയമാകുന്ന കമലം കൊടുത്ത് പ്രാർത്ഥിച്ച ഒരു ഗജേന്ദ്രനെ ഭഗവാനെ അവിടുന്ന് അനുഗ്രഹിച്ചില്ലേ? അതുകൊണ്ട് ഈ അസുരജാതിയിൽപ്പെട്ട എനിക്കും അവിടുത്തെ ആരാധിക്കാൻ സാധിക്കും എന്നതിൽ സംശയമില്ല. വിപ്രാദ്വിഷദ്ഗുണയുതാദരവിന്ദനാഭപാദാരവിന്ദ വിമുഖാത് സ്വപചം വരിഷ്ഠം മന്യേ തദർപ്പിത മനോവചനേ ഹിതാർത്ഥപ്രാണം പുനാതി സകുലം നതു ഭൂരിമാനഃ. ഇവിടെ പ്രഹ്ലാദകുമാരൻ പറയുന്നത് ഒരു ബ്രാഹ്മണനുണ്ട് എന്നാണ്. ആ ബ്രാഹ്മണൻ എങ്ങനെയാണ്? എനിക്ക് 12 ഗുണങ്ങളുണ്ട് എന്ന് അഹങ്കരിക്കുന്ന ഒരു ബ്രാഹ്മണൻ. വിപ്രാത് ദ്വിഷഡ്ഗുണയുതാത്, ദ്വിഷട്ട് 12, ഈ 12 ഗുണങ്ങളോട് കൂടിയ ഒരു ബ്രാഹ്മണൻ. പക്ഷേ അവൻ എങ്ങനെയുള്ളവനാണ്? അരവിന്ദനാഭപാദ അരവിന്ദ വിമുഖാത്,
ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്ന് വിമുഖന. എനിക്ക് ഭക്തിയൊന്നുമില്ല കേട്ടോ ഭഗവാനെ എന്ന് പറയുന്ന ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠൻ ആരെന്ന് ചോദിച്ചാൽ തദർപ്പിത മനോവചനേ ഹിതാർത്ഥപ്രാണം ശ്വപചം വരിഷ്ഠം മന്യേ. ആ ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട മനസ്സ്, വാക്ക്, ഈഹിതം എന്ന് പറഞ്ഞ ശരീരത്തിൻ്റെ വ്യാപാരങ്ങൾ, അതുപോലെ ധനം സർവ്വതും സമർപ്പിച്ച ശ്വപചം ഒരു ചണ്ടാലൻ. ഈ സമൂഹത്തിൽ എല്ലാവരും പറയുന്നു താഴ്ന്ന ജാതിക്കാരനാണെന്ന്. പക്ഷേ അവനാണ് ഭഗവത് ഭക്തൻ, അല്ലാതെ ഭഗവാനോട് പിന്തിരിഞ്ഞു നിൽക്കുന്ന ബ്രാഹ്മണനല്ല. അഹങ്കാരിയായ ഒരാൾക്ക് ഭഗവാനെ കിട്ടില്ല എന്നിതാ പ്രഹ്ലാദകുമാരൻ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് നാം ഒക്കെ ഭഗവാനെ ആശ്രയിക്കുക. പൂർണ്ണനായിരിക്കുന്ന ഭഗവാൻ, ഇന്നലെ അത് വിശ്വനാഥ സാർ പറഞ്ഞു, അതുകൊണ്ട് അധികം വിശദീകരിക്കണില്ല. അത് പൂർണ്ണനായിരിക്കുന്ന ഭഗവാൻ എപ്പോഴും കരുണയോടുകൂടിയാണ് നമ്മൾ കൊടുക്കുന്ന വഴിപാടുകളൊക്കെ സ്വീകരിക്കുന്നത്. ഭഗവാന് വഴിപാടുകളുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും പലരും. എന്തിനാണ് ഈ വഴിപാട് നടത്തുന്നത്? നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാൻ. കണ്ണാടിയുടെ മുമ്പിൽ പോയി രാവിലെ കുളി കഴിഞ്ഞ് മുടി കെട്ടി പൗഡറിട്ട് പൊട്ടുതൊട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ കണ്ണാടിയിൽ എന്തൊരു രസമാണ് നമ്മെന്നെ കാണാൻ. കാരണം എൻ്റെ മുഖത്ത് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലെങ്കിൽ എല്ലാ ശുചീകരണങ്ങളും അവിടെ കാണാം, കണ്ണാടിയിൽ പ്രതിമുഖത്തിലും കാണാം. അതുപോലെ ഈ ലോകത്തിൻ്റെ ബിംബമാണ് ഭഗവാൻ. ആ ബിംബമായിരിക്കുന്ന ഭഗവാന് നമ്മൾ കൊടുക്കുന്ന വഴിപാടുകൾ മുഴുവൻ നമുക്ക് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ആ ഐശ്വര്യം, അതിൻ്റെ ശോഭ മുഴുവൻ ഭഗവാനല്ല വരുന്നത്. ആ ബിംബത്തിൽ ചെയ്യുന്നത് മുഴുവൻ, മുഖത്ത് ചെയ്യുന്നത് മുഴുവൻ പ്രതിമുഖത്തിൽ കാണുന്നത് പോലെ ലോകമായിരിക്കുന്ന, ലോകബിംബമായിരിക്കുന്ന ഭഗവാൻ തന്നെ നമ്മളെ അനുഗ്രഹിച്ചിട്ട് ആ ഐശ്വര്യം മുഴുവൻ നമ്മളിൽ തന്നെയാണ് വരുന്നത് എന്നിവിടെ പറയണു. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മൾ കൊടുക്കുന്ന വഴിപാടുകളെയൊക്കെ കരുണോ വൃണീതേ, കരുണയോട് കൂടിയിട്ട് വാങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഭഗവാനെ, അവിടുത്തെ മഹിമ, ആ മഹിമയെ എത്രയെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. എങ്കിലും യഥാമനീഷം, എൻ്റെ ബുദ്ധിക്കനുസരിച്ചിട്ട്, വിഗത വിക്ലവ, എനിക്ക് സംശയമൊന്നുമില്ല ഭഗവാനെ അവിടുത്തെ സ്തുതിക്കാൻ. തസ്മാദഹം വിഗത വിക്ലവ ഈശ്വരസ്യ സർവാത്മനാ മഹി ഗൃണാമി യഥാമനീഷം. മഹി എന്ന് പറഞ്ഞാൽ മഹിമ എന്നർത്ഥം. അപ്പോൾ അങ്ങയുടെ മഹിമയെ ഞാൻ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാനിതാ സ്തുതിക്കാൻ പോവാണ്. എന്തേ കാരണം? ഈ സ്തുതിയിലൂടെ ഭഗവത് ഭക്തന്മാരൊക്കെ, അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കുന്നതിലൂടെ ഭഗവത് സ്വരൂപത്തെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധനാവാൻ സാധിക്കണു. അപ്പോൾ ഭഗവാന് ചെയ്യുന്ന സ്തുതിയിലൂടെ നമ്മുടെ ഹൃദയമാണ് പരിശുദ്ധമാകുന്നത്. അങ്ങനെ പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി ഭഗവാനെ കണ്ട് നാം ഭക്തിയുടെ ആ പരമഭാവത്തിലേക്ക് എത്താൻ സാധിക്കണു. അതാണ് ഞാനിതാ അവിടുത്തെ സ്തുതിക്കാൻ ആഗ്രഹിക്കണു. ഭഗവാനെ ഈ ബ്രഹ്മാദി ദേവന്മാര് ഇപ്പോഴെന്താണ്? അങ്ങേ പേടിച്ചിരിക്കുന്നു. ബ്രഹ്മാദി ദേവന്മാര് മുഴുവൻ അവിടുത്തെ അടുത്തേക്ക് വരാൻ സാധിക്കാതെ അങ്ങേ പേടിച്ചിരിക്കുന്നു ഇപ്പോഴ്. പക്ഷെ അവരെങ്ങനെയുള്ളവരാ? സത്വൈക മൂർത്തികളാണ്. ഭഗവാനെ അവിടുത്തെ ഭക്തന്മാരാണ്. ഞങ്ങളോ? ഞങ്ങളെപ്പോഴും അവിടുത്തെ ദ്വേഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാ. ദേവന്മാര് ഭഗവത് ഭക്തന്മാരും അസുരന്മാരെ ഭഗവാനെ പ്രേമിച്ചുകൊണ്ട്, അസുരന്മാര് ഭഗവാനെ ദ്വേഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരുമാണ്. പക്ഷേ അവിടുന്ന് എന്ത് ചെയ്യണു? അവിടുന്ന് അനേകം അവതാരങ്ങൾ എടുത്തുകൊണ്ട് ധർമ്മത്തെ കാത്തുരക്ഷിക്കുന്നു. ക്ഷേമായ ഭൂതയ ഉതാത്മസുഖായ ചാസ്യ വിക്രീഡിതം ഭഗവതോ രുചിരാവതാരൈഹി. ഭഗവാൻ തൻ്റെ മനോഹരങ്ങളായിരിക്കുന്ന അവതാരങ്ങളെ എന്തിനാണ് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്ഷേമായ,
ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് സ്വീകരിക്കുന്നത്. ആരുടെ? ഈ ലോകത്തിൻ്റെ. അപ്പോൾ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സുഖത്തിന് വേണ്ടിയിട്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാ വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന ആ ഗീതാവാക്യം. അപ്പോൾ ആ ഗീതാവാക്യത്തെ വീണ്ടും 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 സത്യമാക്കുകയാണ് ഭഗവാൻ. ധർമ്മത്തിൻ്റെ സംസ്ഥാപനം, അതിനുവേണ്ടിയല്ലേ ഭഗവാനെ അവിടുന്ന് ഇങ്ങനെ അവതരിച്ചിരിക്കുന്നത്? ഇനി എന്തിനാ അവിടുന്ന് ഇങ്ങനെ കോപിക്കുന്നത്? തദ്യച്ഛമന്യുമസുരശ്ചഹതസ്ത്വയാദ്യ. ഭഗവാനെ, യച്ഛമന്യു, അവിടുത്തെ ഈ കോപം അവിടുന്ന് ഉപേക്ഷിക്കൂ. എന്തേ കാരണം? അസുരഹ ഹതഃ, അസുരൻ കൊല്ലപ്പെട്ടല്ലോ. അവിടുത്തെ ആ ഭക്തന്റെ അച്ഛൻ ഹിരണ്യകശിപു ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. സാധാരണയായിട്ട് ഒരു തേളിനെ നമ്മൾ കൊല്ലാറുണ്ട്, അല്ലെങ്കിൽ പഴുതാരയെ കൊല്ലാറുണ്ട്. അങ്ങനെ കൊല്ലുമ്പോൾ നമ്മൾ സമാധാനം, ഇനി അത് കടിക്കില്ലല്ലോ എന്ന് നമുക്ക് സമാധാനിക്കും. മോദേത സാധുരപി വൃശ്ചിക സർപ്പഹത്യ. അപ്പോൾ അതുപോലെ ഇന്നിതാ ഈ ലോകത്തുള്ള എല്ലാവരും സമാധാനിച്ചിരിക്കണു. ലോകാശ്ച നിർവൃതിമിതാഹ പ്രതിയന്തി സർവേ. ഇന്നീ ലോകം മുഴുവൻ പറയാണ്, ആവൂ ആ അസുരൻ്റെ കഥ കഴിഞ്ഞു, ഭഗവാൻ മോക്ഷം കൊടുത്തു, ഇന്ന് ലോകത്തിനിതാ സമാധാനമായി എന്ന് ഈ ലോകര് മുഴുവൻ ഇതാ സമാധാനത്തെ പ്രാപിച്ചിരിക്കണു. അതുകൊണ്ട് എല്ലാവരും നരസിംഹസ്വാമിയെ ആരാധിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, വിഭയായ ജനാസ്മരന്തി. വിഭയായ, ഭയമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ നരസിംഹ രൂപത്തെ നമ്മളൊക്കെ സ്മരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കാൻ നരസിംഹസ്വാമിയാണ് നമുക്ക് വേണ്ടത്. നാരായണ കവചത്തിൻ്റെ അവസാനവും പറയുന്നത് നരസിംഹസ്വാമിയെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ നരസിംഹസ്വാമിയുടെ പ്രാധാന്യം നമ്മളൊന്ന് ഓർക്കുക. എന്നിട്ട് പറഞ്ഞു, നാഹം ബിഭേമ്യജിത തേതി ഭയാനകാസ്യ ജിഹ്വാർക്കനേത്ര ഭ്രുകുടീരഭസോഗ്രദംഷ്ട്രാദ ആന്ത്രസ്രജക്ഷതജകേസരശങ്കുകർണ നിർഹ്രാദഭീത ദിഗിഭാദരിഭിന്നഖാഗ്രാദ്. ഭഗവാന്റെ രൂപം വർണ്ണിക്കുകയാണ്. നാഹം ബിഭേമി, എനിക്ക് പേടിയില്ല. ഈ ദേവന്മാരെ മുഴുവൻ അവിടുത്തെ പേടിക്കണു ഭഗവാനെ, പക്ഷെ എനിക്ക് അങ്ങയെ കണ്ടിട്ടൊരു പേടിയില്ല ഇപ്പോഴ്. അങ്ങയുടെ രൂപം എങ്ങനെയാണ്? നാഹം ബിഭേമി അജിത. ഇന്നലെ പറഞ്ഞു അജിത, ആരാലും പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഭഗവാനെ. അങ്ങനെയുള്ള ഭഗവാനെ പക്ഷേ ഭക്തന്മാർക്ക് സാധിക്കുന്ന ഭാഗവതം പറയും. അങ്ങനെയുള്ള ഭഗവാനെ എനിക്ക് പേടിയില്ല. അവിടുത്തെ രൂപം എങ്ങനെയാണിപ്പോ? തേതി ഭയാനകാസ്യ, ഭയാനക ആസ്യം. അവിടുത്തെ മുഖം കണ്ടാൽ പേടിയാവും എല്ലാവർക്കും. ജിഹ്വ, അവിടുത്തെ ജിഹ്വ, ആ നാവങ്ങനെ പുറത്തേക്ക് കാണുന്നു ഭഗവാനെ. അർക്കനേത്ര, അവിടുത്തെ കണ്ണാണെങ്കിൽ അങ്ങനെ തീക്കട്ട പറക്കുന്നത് പോലെയുള്ള കണ്ണുകൾ. ഭ്രുകുടീരഭസോഗ്രദംഷ്ട്രാദ്, അവിടുത്തെ പുരികങ്ങനെ വളഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ആ ദംഷ്ട്ര ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആന്ത്രസ്രതക്ഷതജ കേസര ശങ്കുകർണാദ്, അവിടുത്തെ ദേഹത്തിലാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കുടലുമാല അങ്ങനെ വലിച്ചു വാരി ദേഹത്തിട്ടിരിക്കണു അവിടുന്ന്. എന്നിട്ടോ ആ നീളമുള്ള ചെവികള് മാത്രമല്ല, നിർഹ്രാദ ഭീത ദിഗിഭാദ്, നിർഹ്രാദ ഭീത ദിഗിഭാദ്. അവിടുത്തെ നിർഹ്രാദം, അവിടുത്തെ അട്ടഹാസം കൊണ്ട് എല്ലാ ദിഗ്ഗജങ്ങളും ഓടുകയാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള ആ അലർച്ച, അരിഭിന്നഖാഗ്രാത്, എൻ്റെ അച്ഛൻ്റെ മാറ് വളർക്കാനായിട്ട് ഉപയോഗിച്ച് അവിടുത്തെ ആ വിരലില്ലേ, ആ നഖങ്ങള്, അതൊന്നും കണ്ടിട്ട് എനിക്ക് പേടിയില്ല. കാരണം എന്താ? നേരത്തെ പറഞ്ഞു, ഭൂതയേ ക്ഷേമായ, ക്ഷേമത്തിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ. പക്ഷേ എനിക്ക് പേടി ആരെയാണ്?
ത്രസ്തോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാര ചക്ര കഥനാഗ്രസതാം പ്രണീത. എനിക്ക് പേടി എന്ന് പറയുന്നത് ഈ ഉഗ്രമായിരിക്കുന്ന സംസാര ദുഃഖത്തെയാണ്. എന്തൊക്കെ വിഷയങ്ങളാണ് നാം അനുഭവിക്കേണ്ടി വരുന്നത് ഈ ലോകത്ത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അതിൻ്റെ രീതിയിലുള്ള വിഷയ അനുഭവങ്ങൾ. എന്നാൽ ഈ വിഷയസുഖങ്ങൾ എന്ന് പറയുന്നത് ആത്യന്തികമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതൊക്കെ നൈമിഷികമാണ്. പക്ഷേ അതിൽ പെട്ട് നമ്മൾ കറങ്ങുന്നു. അപ്പോൾ ഈ സംസാര ദുഃഖമാണ് എന്നെ പേടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ, എൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ. തേഘ്രിമൂലം പ്രീതോപവർഗശരണം ഹയസേ കദാനോ പ്രീത. ഭഗവാനെ അവിടുന്ന് സന്തോഷിച്ചിട്ട് അഘ്രിമൂലം, അവിടുത്തെ ഈ പാതാരവിന്ദങ്ങളുണ്ടല്ലോ, അതെങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ അപവർഗശരണം. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് പോയി ആഗ്രഹിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. മോക്ഷത്തിനെങ്കിൽ നമ്മൾ പോയി ആശ്രയിക്കുക ഭഗവാന്റെ പാദങ്ങളെ. അങ്ങനെ അപവർഗശരണം, അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ സാക്ഷാത്കരിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന. തേ അഘ്രിമൂലം, അവിടുത്തെ ഈ പാതാരവിന്ദങ്ങളിലേക്ക് കഥാഹ്വയസേ, എപ്പോഴാ എന്നെ വിളിക്കുക ഭഗവാനെ അവിടുന്ന്? അവിടുത്തെ ഈ പാതാരവിന്ദങ്ങളിലേക്ക് എത്താനുള്ള ആ വിളി എപ്പോഴാ അവിടുന്ന് ചെയ്യുക? എപ്പോഴാ എന്നെ അങ്ങോട്ട് വിളിക്കുക? എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് ഭക്തന്മാര് പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും ഭക്തന്മാരൊന്നും ആഗ്രഹിക്കില്ല. ഭക്തന്മാർ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ പാതാരവിന്ദ പ്രാപ്തി മാത്രമാണ്. ഉദ്ധവസ്വാമികള് ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഉദ്ധവരെ ഇവിടെ നിൽക്കരുത്, അവിടുന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവസ്വാമികൾ പറയുണ്ടായി, ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ ത്യജിക്കാൻ എനിക്ക് സാധിക്കുമോ? പ്രഭോ ഭവത്പാദ നിഷേവകർക്ക് പുമർത്ഥമേതും സുഖഗമ്യമല്ലോ. എന്നാലും അങ്ങേ ചരണാബ്ജ സേവയല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. ഭഗവാനെ കൃഷ്ണ, അവിടുന്നേക്ക് എല്ലാം തരാൻ സാധിക്കും, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ തരാൻ സാധിക്കും. പക്ഷേ എനിക്ക് എന്തേ വേണ്ടു? ചരണാബ്ജ സേവയല്ലാതെ, അവിടുത്തെ ഈ പാതാരവിന്ദങ്ങളെ സേവിക്കാനുള്ള ഭാഗ്യമല്ലാതെ കൃഷ്ണ എനിക്കൊന്നും ആഗ്രഹമില്ല ഈ ജീവിതത്തിൽ. അതുതന്നെയാണ് പ്രഹ്ലാദകുമാരൻ പ്രാർത്ഥിക്കുന്നത്. എപ്പോഴാണ് അവിടുന്ന് എന്നെ വിളിക്കുക? അതുകൊണ്ട് എനിക്കത് മാത്രമേ ആഗ്രഹമുള്ളൂ ഭഗവാനെ. ഈ ലോകം എന്ന് പറയുന്നത് പ്രിയാപ്രിയ വിയോഗ സയോഗ ജന്മ ശോകാഗ്നിന സകലയോനിഷു ദഹ്യമാന. ഇന്നീ ലോകം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ ഇഷ്ടമായത് കിട്ടാണ്ടിരിക്കുക, ഇഷ്ടമല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ കയറി വരിക. അപ്പോൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടൂല്ല, ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി വരികയും ചെയ്യും. നമ്മൾ അതിലിങ്ങനെ പെട്ട് കറങ്ങുകയാണ് ഇപ്പോഴ്. പ്രിയാപ്രിയ വിയോഗ സയോഗ ജന്മ ശോകാഗ്നിന, അങ്ങനെയുള്ള ആ ശോകാഗ്നി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ കർമ്മം ചെയ്ത് അവസാനം പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം, വീണ്ടും 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 പലതരത്തിലുള്ള ഗർഭപാത്രത്തിൽ വീണ് വീണ്ടും വീണ്ടും ജനിക്കുന്നു നമ്മളൊക്കെ. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? എൻ്റെ ദുഃഖം മാറാൻ ഔഷധമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം മാറാനുള്ള ഔഷധം എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുന്നതൊക്കെ ദുഃഖമാണ്. ദുഃഖം മാറാൻ സ്വീകരിക്കുന്ന ഔഷധമൊക്കെ ദുഃഖമായി മാറുന്നു. നമുക്ക് ഒരു നിമിഷം സുഖം തരാം, പക്ഷേ അടുത്ത നിമിഷം അത് ദുഃഖമായിട്ട് മാറാം. ദുഃഖൌഷധം തദപി ദുഃഖം. അതുകൊണ്ട് എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, വദമേ തവ ദാസ്യയോഗം. ഭഗവാനെ അവിടുത്തെ ഭക്തനാവാനുള്ള, ദാസനാവാനുള്ള ഭാഗ്യം. എനിക്ക് മറ്റൊന്നും ആഗ്രഹമില്ല ജീവിതത്തിൽ. ആ ദാസനായിട്ട് വേറൊന്നും ആഗ്രഹമില്ല. സാധാരണ ഭക്തന്മാർ പറയും,
ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതി മാം സ്മര ലോകനാഥ. കൃപരോട് ഭഗവാൻ ചോദിച്ചു, കൃപരെ എന്താ അനുഗ്രഹം വേണ്ടത്? അപ്പം പറഞ്ഞു, കൃഷ്ണ എനിക്കൊന്നും വേണ്ട. പിന്നെന്താ വേണ്ടത്? അങ്ങയുടെ ഭക്തന്റെ 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 ഭക്തനാവാനുള്ളൊക്കെ ഭാഗ്യം തന്നാ മതി, വേറൊന്നും ആഗ്രഹമില്ല. അപ്പോൾ ഈ ഒരു ദാസ്യയോഗം അത് അവിടുന്ന് എനിക്ക് അനുവദിച്ചു തരണേ, മറ്റൊന്നും തനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ അങ്ങയുടെ പാട്ടുകളെ പാടി നടക്കുക, മറ്റൊന്നും ആഗ്രഹമില്ല. അങ്ങാണ് പരമമായിരിക്കുന്ന ദേവത. അതുകൊണ്ട് എല്ലാവർക്കും ഹിതത്തെ ചെയ്യുന്ന, സന്തോഷത്തെ ചെയ്യുന്ന, അല്ലെങ്കിൽ നന്മയെ ചെയ്യുന്ന, എല്ലാവർക്കും പ്രിയനായിരിക്കുന്ന ഭഗവാനെ അവിടുത്തെ പാട്ടുകളെ പാടി നടക്കാനുള്ളൊരു ഭാഗ്യം, ഇത് മാത്രമേ എനിക്ക് വേണ്ടൂ. അതുകൊണ്ട് തന്നെ ആ പാട്ടിലൂടെ മനസ്സ് ശുദ്ധമാക്കാനും, അതുപോലെ പദയുഗാലയ ഹംസസംഗഃ, അവിടുത്തെ ഭക്തന്മാരോട് ചേരാനും സത്സംഗമുണ്ടാവാനും, വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. അവിടുത്തെ ഗുണങ്ങളെ കീർത്തിക്കാനും അവിടുത്തെ ഭക്തന്മാരോട് ചേരാനുമുള്ളൊരു ഭാഗ്യം മാത്രം അവിടുന്ന് എനിക്ക് അനുവദിച്ചു തരണം. അവിടുന്ന് ഉപേക്ഷിച്ചു പോയാൽ പിന്നെ നമുക്ക് ആരാ ഉള്ളത് ഭഗവാനെ? നമുക്കൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണത്. ഭഗവാൻ നമ്മൾ ഉപേക്ഷിച്ചു പോയാൽ നമുക്ക് ആരാ ഉള്ളത്? ആരുമില്ല. നമ്മുടെ കുട്ടികൾക്ക് ആരാ ഉള്ളത് ഭഗവാൻ ഇല്ലെങ്കിൽ? ആരുമില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നതാണ് നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഞാനാണെന്നാ, അല്ലെങ്കിൽ നമ്മളാണെന്ന് വിചാരിക്കുക. നമ്മളാണ് നമ്മുടെ കുട്ടികളുടെ രക്ഷിതാവ്. കുട്ടിക്ക് വയ്യ, ഓടും ഡോക്ടറുടെ അടുത്തേക്ക്, ഡോക്ടറെ എൻ്റെ കുട്ടിക്ക് വയ്യ. അദ്ദേഹം പറയും, കുറച്ച് കലശലാണ്, എൻ്റെ കയ്യിൽ നിന്നൊക്കെ വിട്ടു, പ്രാർത്ഥിച്ചോളൂ. അപ്പോഴാണ് ഓടുക അമ്മയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക്, എൻ്റെ ഉണ്ണിയെ രക്ഷിക്കണേ ഭഗവാനെ. അതുവരെ നമുക്ക് തോന്നും ഞാനാണ് രക്ഷിതാവ്. പക്ഷെ ഭഗവാൻ ഉപേക്ഷിച്ചാൽ പിന്നെ നമുക്ക് എങ്ങനെയാ സാധിക്കുക നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ? മുൻപ് സജ്ജനങ്ങൾ പറയാറുണ്ട്, ഭഗവാന്റെ പൂന്തോട്ടത്തിലെ പൂക്കളാണ് കുട്ടികൾ. ഭഗവാന്റെ പൂന്തോട്ടത്തിലെ കുട്ടികളാണ് പൂക്കള്. ആ പൂക്കളെ സംരക്ഷിക്കുന്ന തോട്ടക്കാരൻ്റെ ചുമതലയാണ് നമുക്ക്. ആ കുട്ടികൾ വളരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവുന്നു. ഒരു പൂവ് വിരിഞ്ഞ് അതിൻ്റെ ഭംഗി കാണുമ്പോൾ തോട്ടക്കാരൻ എത്ര സന്തോഷം ഉണ്ടാവും. ആ തോട്ടക്കാരൻ സന്തോഷം ഉണ്ടാവുമെന്ന് മാത്രമല്ല, അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ ഈ തോട്ടത്തിൻ്റെ ഉടമയ്ക്ക് എന്ത് സന്തോഷമാവും ഈ പൂവ് കാണുമ്പോൾ. അതുപോലെ നമ്മുടെ കുട്ടികളെ നാം രക്ഷിക്കുന്നത്, നാം കാത്തു സൂക്ഷിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഭഗവാൻ ഉപേക്ഷിച്ചാൽ പിന്നെ നമുക്ക് ആരാ ഉള്ളത്? തനുഭൃതാം ത്വതുപേക്ഷിതാനാം, അങ്ങ് ഉപേക്ഷിച്ച ശരീരമുള്ളവരുടെ അവസ്ഥയ്ക്ക് എന്താവും ഭഗവാനെ? അതുകൊണ്ട് അങ്ങൊരിക്കലും നമ്മെ ഉപേക്ഷിക്കരുത് എന്നിവിടെ പറഞ്ഞു വെക്കണം. ഇനി പിന്നെ അടുത്ത പ്രഹ്ലാദകുമാരൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത്, ഈ ലോകത്തുള്ള എല്ലാവരും ഗുണങ്ങൾക്ക് അധീനരാണ്. ആര് മുതൽ? ബ്രഹ്മദേവൻ മുതൽ. ബ്രഹ്മദേവൻ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും ഗുണങ്ങൾക്ക് അധീനരാണ്. ഇന്ന് നാം അടക്കം ഈ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ത്രിഗുണങ്ങൾക്ക് അധീനരാണ്. സത്വഗുണ, രജോ ഗുണ, തമോ ഗുണങ്ങൾക്ക്. ബ്രഹ്മദേവൻ രജോ ഗുണ സ്വഭാവിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ബ്രഹ്മാവ് മുതൽ ഇന്ന് വരെയുള്ള എല്ലാവരും ഗുണങ്ങൾക്ക് അധീനരാണ്. അതുകൊണ്ട് ആ ഗുണങ്ങൾക്കനുസരിച്ചാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത്. ആ പ്രവൃത്തി മുഴുവൻ എങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് സംഭവിക്കുന്നത്. നാം എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഭഗവാന്റെ പ്രേരണയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ അവസാനം നാം എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യണു, ആ കർമ്മങ്ങൾക്കനുസരിച്ച് നാം സംസാരത്തിൽ ഭ്രമിക്കണമെന്ന് മാത്രം.
എന്തൊക്കെയോ ചെയ്യുന്നു ജീവിതത്തിൽ നമ്മൾ. പക്ഷെ ഇതൊക്കെ എന്ത് വേണം ചോദിച്ചാൽ ഭാഗവതം പറയും നാരായണായേതി സമർപ്പയാമി. നാം ചെയ്യുന്നതൊക്കെ ആ നാരായണന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. ഭഗവാനെ മനുഷ്യരൊക്കെ എന്തൊക്കെ ആഗ്രഹിക്കുന്നത്? അഖിലതിഷ്ണ്യപാനാമായുശ്രിയ വിഭവ ഇച്ഛതി യാഞ്ജനോയം. ഈ മനുഷ്യർ മുഴുവൻ ആഗ്രഹിക്കുന്നത് ലോകപാലന്മാരുടെ ഐശ്വര്യം. ഇന്ദ്രൻ, വരുണൻ, യമൻ തുടങ്ങിയ ലോകപാലന്മാരുടെ ഐശ്വര്യം എനിക്കുണ്ടായാൽ നന്നായിരുന്നു എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കണില്ലേ? ഉണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ആ ഒരു ക്രോധം വന്ന സമയത്ത് ഏ അസ്മത് പിതുഹു കുപിതഹാസ വിജൃംഭിതഭ്രൂഹു, എൻ്റെ അച്ഛൻ്റെ ആ കോപം വന്നു, ആ അട്ടഹാസം എന്ന് കേട്ടു, ആ പെരികക്കൊഴിന്ന് വളഞ്ഞപ്പോൾ ഈ ദേവന്മാരുടെ ഐശ്വര്യമൊക്കെ എവിടെ? ദേവന്മാർ പറയുന്നു ഞങ്ങൾ വലിയ ഐശ്വര്യവാന്മാരാണ്, അവസാനം അവർ ഇറങ്ങി ഓടിയില്ലേ സ്വർഗത്തിൽ നിന്ന്. അപ്പോൾ ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന സുഖം സ്വർഗസുഖം. ആ സ്വർഗസുഖം പോലും ഉപേക്ഷിക്കേണ്ടി വന്നു എൻ്റെ അച്ഛൻ്റെ ക്രോധത്തിൻ്റെ മുമ്പിൽ ദേവന്മാർക്ക്. ആ അച്ഛൻ നശിപ്പിക്കപ്പെട്ടതോ സതുതേ നിരസ്ത. കൃഷ്ണ ഭഗവാനെ, നരഹരെ, അവിടുന്നല്ലേ മുഴുവൻ ഇല്ലാണ്ടാക്കിയത്? ആ അച്ഛൻ്റെ ഐശ്വര്യം പോലും ഇല്ലാണ്ടാക്കിയെങ്കിൽ ബാക്കി എന്തെങ്കിലും ഞാൻ പറയേണ്ടതുണ്ടോ? ഇല്ല. കാരണം എല്ലാ ഐശ്വര്യങ്ങളും നശിക്കുന്നതാണെന്ന് ഞാനിതാ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല. മറ്റ് ജീവജാലങ്ങൾ ആഗ്രഹിക്കുന്ന ഐശ്വര്യങ്ങൾ മുഴുവൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതാണ്. നമ്മളൊക്കെ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് അനുഭവിക്കുന്നത്. കണ്ണുകൊണ്ട് അതിൻ്റെത് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു, ചെവി കൊണ്ട് അതിൻ്റെത് അനുഭവിക്കുന്നു. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ സുഖം അനുഭവിക്കുന്നു ഇന്ന്. പക്ഷേ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്ര കാലം ഇതനുഭവിക്കാം? ഈ അനുഭവം എത്ര കാലം? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സുഖത്തെ അനുഭവിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഒരു മനുഷ്യൻ്റെ 6 അവസ്ഥകളിൽ അവസാനമൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ലാണ്ടേ ആവണു. ജായത്തെ അസ്ഥി വർദ്ധത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ നശ്യതി. 6 മാറ്റങ്ങളാണ് മനുഷ്യനുള്ളത്, അല്ലെങ്കിൽ ഒരു ജീവനുള്ളത്. ജായത്തെ നമ്മുടെ ശരീരം ജനിക്കുന്നു, അസ്ഥി സ്ഥിതി ചെയ്യുന്നു, വർദ്ധത്തെ വർദ്ധിക്കുന്നു, വിപരിണമത്തെ മാറുന്നു, അപക്ഷീയത്തെ നശിക്കാൻ തുടങ്ങുന്നു, നശ്യതി നശിക്കണു. ഈ അവസാന കാലമൊക്കെ ആകുമ്പോൾ ചെവി കേൾക്കില്ല, കണ്ണ് കാണില്ല, നാവിന് രുചിയില്ല, ശരീരം തൊട്ട് നോക്കിയാൽ അതിൻ്റെ സ്പർശനം തോന്നണില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ച സുഖങ്ങളൊക്കെ എവിടെ? ആലോചിച്ച് നോക്കൂ. വയസ്സാവുമ്പോഴേക്കും നമ്മൾ അനുഭവിച്ച സുഖങ്ങളൊന്നും അനുഭവിക്കാൻ സാധിക്കാതെയാവും. അപ്പോൾ ഇതൊക്കെ എത്ര നശ്വരമാണ് ഈ സുഖങ്ങൾ. അതുകൊണ്ട് എനിക്കൊന്നേ ആഗ്രഹമുള്ളൂ, ഉപനയമാം നിജഭൃത്യ പാർശ്വം. ഭഗവാനെ അവിടുത്തെ ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എന്നെ കാണൂ. അവിടുത്തെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എന്നെ കാണാൻ സാധിക്കുമോ ഭഗവാനെ അവിടത്തേക്ക്? എനിക്കത് മാത്രമേ ആഗ്രഹമുള്ളൂ. ഈ കാണുന്ന സുഖങ്ങളൊക്കെ ഏതുപോലെയെന്ന് ചോദിച്ചാൽ മരുമരീചിക പോലെയാണ്. നമ്മൾ ദൂരെ റോഡിൽ വെള്ളമുണ്ടെന്ന് തോന്നും, പക്ഷെ അടുത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. ചൂടിൻ്റെ വികാരമാണത്, ചൂടിൻ്റെ മാറ്റമാണത്. ആ ചൂട് കൊണ്ട് ദൂരെ നമുക്ക് നോക്കിയാൽ വെള്ളമുണ്ടെന്ന് തോന്നും. അതുപോലെയല്ലേ നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖങ്ങൾ. ക്വേദം കലേബരമകം അശേഷരുജാം വിരോഹ. കലേബരം ഈ ശരീരമോ അശേഷരുജാം വിരോഹ, രോഗത്തിൻ്റെ ഉറവിടം, രോഗത്തിൻ്റെ ഇരിപ്പിടമല്ല ഈ ശരീരം. അപ്പോൾ രോഗത്തിൻ്റെ ഇരിപ്പിടമായിരിക്കുന്ന ഈ ശരീരത്തെ കൊണ്ട് എന്തൊക്കെയോ നമ്മൾ സുഖത്തെ അനുഭവിക്കുന്നു. എന്നിട്ടും മനുഷ്യന്
സുഖം ആഗ്രഹത്തിന് കുറവുണ്ടോ? ഇല്ല. അവരെന്ത് ചെയ്യുന്നു? അവര് കാമമാകുന്ന അഗ്നിയെ കെടുത്താനായിട്ട് നെയ്യ് ഉപയോഗിക്കുന്നു. നെയ്യ് ഉപയോഗിച്ചാൽ അഗ്നി കെടില്ലല്ലോ, അഗ്നി ആളിക്കത്തുകയാണ്. അതുപോലെ മനുഷ്യൻ കാമത്തെ ഇല്ലാതാക്കാൻ മറ്റൊരു കാമം, ആ കാമത്തെ ഇല്ലാതാക്കാൻ മറ്റൊരു കാമം എന്ന രീതിയിൽ ഇതാ ഇന്ന് ജീവിച്ചിട്ട് അവസാനം ഒരിക്കലും അവന് വൈരാഗ്യബോധം ഉണ്ടാവണില്ല. വൈരാഗ്യബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. എന്താ വൈരാഗ്യബോധം എന്ന് പറഞ്ഞാൽ? ഭഗവാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ, അദ്ദേഹത്തെ മാത്രമേ എനിക്ക് ആശ്രയിക്കാനുള്ളൂ, ബാക്കിയൊന്നും ശാശ്വതമല്ല. ഈ ഒരു ബോധം നമുക്ക് വേണം. ഭഗവാനെ, ഈ അസുരകുലത്തിൽ ജനിച്ച ഞാനെവിടെ? അവിടുത്തെ ആ കാരുണ്യം എവിടെ? രണ്ടും രണ്ട് തരത്തിലാണ് നിൽക്കുന്നതെന്നാ. അസുരകുലത്തിൽ ജനിച്ച പ്രഹ്ലാദൻ ഒരു ഭാഗത്ത്, ഭവാന്റെ കാരുണ്യം മറ്റൊരു ഭാഗത്ത്. എന്നിട്ടും അവിടുന്ന് എന്ത് ചെയ്തു? അവിടുത്തെ ആ കരാരവിന്ദങ്ങള്, ആ കൈകള് എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചില്ലേ ഭഗവാനെ? അവിടെ പ്രഹ്ലാദകുമാരൻ പറയണു, ന ബ്രഹ്മണോ നതു ഭവസ്യ ന വൈരമായാഹ. ഈ അനുഗ്രഹം ന ബ്രഹ്മണ, ബ്രഹ്മദേവന് കിട്ടിയിട്ടില്ല. ന ഭവസ്യ, ശ്രീ പരമേശ്വരന് കൊടുത്തിട്ടില്ല അനുഗ്രഹം. പോട്ടെ, ലക്ഷ്മി ദേവിക്ക് പോലും അനുഗ്രഹം കൊടുത്തിട്ടില്ല. ലക്ഷ്മി ദേവിയുടെ തലയിലൊന്ന് കൈവച്ച് ലക്ഷ്മിനെ നന്നായി വരുന്നു ഭഗവാൻ പറഞ്ഞിട്ടില്ല അത്രേ. പക്ഷേ ആ കരാരവിന്ദങ്ങളാണ് എൻ്റെ തലയിൽ ഇങ്ങനെ വെച്ച് അനുഗ്രഹിച്ചത് ഭഗവാനെ. അവിടുന്ന് ഈ അസുരകുലത്തിൽപ്പെട്ട ഞാൻ എവിടെ അവിടുത്തെ കാരുണ്യത്തിന് പാത്രമാവാൻ? ഇതാണ് എൻ്റെ മഹാഭാഗ്യം. അതുകൊണ്ട് മറ്റൊന്നും ആഗ്രഹില്ല. അവിടുത്തേക്ക് ഉച്ച നീച്ച ഭാവമില്ല എന്നെനിക്ക് മനസ്സിലായി. ഭഗവാന്റെ മുമ്പിൽ ബ്രാഹ്മണനെന്നോ അല്ലെങ്കിൽ ചണ്ടാലനെന്നോ നീചജാതിക്കാരനാണെന്നോ ഭാവമില്ല. അവിടെ എല്ലാവരും ഒരുപോലെയാ. സംസേവയാ സുരതരോരിവതേ പ്രസാദ. ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കൽപ്പവൃക്ഷത്തിനടുത്ത് പോയിട്ട് ആരെന്ത് ചോദിച്ചാലും തരും. അവിടെ നീ കേമനാണോ അല്ലെങ്കിൽ നീ ഇന്ന ജാതിയാണോന്നും ചോദിക്കില്ല. ആര് ചോദിച്ചാലും കൽപ്പവൃക്ഷം തരുന്നത് പോലെ ഭഗവാന്റെ അനുഗ്രഹവും അവിടെ ഉച്ച നീച്ച ഭാവമില്ല. അവിടെ എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ സമന്മാരാണ്. അതാണ് വിഷമമതിയല്ല ഭഗവാൻ, സമമതിയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അവിടുത്തെ ഈ അവതാരം എന്തെന്ന് ഒറ്റ ശ്ലോകത്തിൽ ചുരുക്കുകയാണ് പ്രഹ്ലാദകുമാരൻ. ഖഡ്ഗം പ്രഗൃഹ്യ യദവോചത് അസത്വിധിസ്സുസ്ത്വാമീശ്വരോ മദപരോ അവതു കംഹരാമി. എൻ്റെ അച്ഛൻ ചോദിച്ചതെന്താ? ഖഡ്ഗം പ്രഗൃഹ്യ, വാളെടുത്തിട്ട് അവോചത് പറഞ്ഞു, അസത് വിധിത്സു, തെറ്റായ കാര്യം ചെയ്യാനായിട്ട് തുനിഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞതെന്നോട്? മദപരഹ, ഈശ്വരഹ. ഓഹോ, ഞാനല്ലാതെ മറ്റൊരു ഈശ്വരനോ? കംഹരാമി, നിന്റെ ശിരസ്, കം എന്ന് പറഞ്ഞ ശിരസ്, നിന്റെ ശിരസ് ഞാൻ എടുക്കും. അവതു, അവൻ രക്ഷിക്കട്ടെ നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അച്ഛൻ എപ്പോഴാണോ ആ സ്വമുഷ്ടി കൊണ്ട് സ്തംഭത്തെ അടിച്ചത്, ആ സമയത്ത് ഋഷിയുടെ വാക്യത്തെ സത്യമാക്കാൻ വേണ്ടിയിട്ട് മത്പ്രാണരക്ഷണം, എൻ്റെ പ്രാണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അനന്തനായിരിക്കുന്ന, ആദിയുമില്ല അന്തവുമില്ല ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് എൻ്റെ അച്ഛനെ നശിപ്പിച്ചില്ലേ? ആ അച്ഛൻ്റെ വാക്കുകൾ അതവിടുന്ന് കേട്ടു. രക്ഷിക്കട്ടെ നിന്നെ അങ്ങനെ ഒരാള്. അതോടുകൂടി ഇത് അവിടുത്തെ ഈ സ്വരൂപം ആവിർഭവിച്ചു എൻ്റെ മുമ്പിൽ. അതുകൊണ്ട് എനിക്കൊന്നറിയാം, ഏകഹത്വം, അവിടുന്ന് ഒന്നേയുള്ളൂ, ഈ ലോകത്ത് ഒരു ശക്തിയേയുള്ളൂ. അപ്പോൾ ചോദിച്ചു, അനേകം കാണുന്നുണ്ടല്ലോ നമ്മൾ, അത് ഗുണങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ചാണ്. ഏകസ്ത്വമേവ, പക്ഷേ ഗുണങ്ങൾക്കനുസരിച്ച്, അതായത് ഉപാധിഭേദം എന്നൊക്കെ നമ്മൾ
വേദാന്തത്തിൽ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി എടുക്കാം. ഇലക്ട്രിസിറ്റി അതിനെ കാണാൻ നമുക്ക് സാധ്യമല്ല, അനുഭവിച്ചറിയാം, തൊട്ടാ നോക്കിയാൽ മതി, അനുഭവിച്ചറിയാം. പക്ഷേ ആ ഇലക്ട്രിസിറ്റിയെ നാം പലതായി അനുഭവിക്കുന്നുണ്ടല്ലോ. ഫാനിലൂടെയും എ സിയിലൂടെയും ഫ്രിഡ്ജിലൂടെയും മൈക്കിലൂടെയും ഒക്കെ അനുഭവിക്കുന്നില്ലേ ഓരോ രൂപത്തിൽ? അതുപോലെ ആ ഭഗവാൻ ആശ്രയിച്ചിരിക്കുന്ന വസ്തുവിലൂടെ അത് പ്രകാശിതമാകുന്നു എന്ന് മാത്രം തന്നെയുള്ളൂ. അദ്ദേഹം തന്നെയാണ് മൂന്നായി മാറിയതും. ആ ഒന്നായ ചൈതന്യം മൂന്നായി മാറി. എന്തിനു വേണ്ടി? ഇവിടെ പറഞ്ഞു തരും. സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് വേണ്ടിയിട്ട്. സത്വഗുണപ്രധാനിയായിരിക്കുന്ന വിഷ്ണുവായിട്ടും രജോ ഗുണപ്രധാനിയായിരിക്കുന്ന ബ്രഹ്മാവായിട്ടും തമോ ഗുണപ്രധാനിയായിരിക്കുന്ന രുദ്രനായിട്ടും ആവിർഭവിച്ചു ആ ഒരു ചൈതന്യം. ഒന്നാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അത് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിഷ്ണു സഹസ്രനാമത്തിൽ, വിഷ്ണു സഹസ്രനാമം എല്ലാവർക്കും അറിയാം. വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭോ ഭൂതകൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. അവിടെ 2 നാമം, ഭൂതകൃത് ഭൂതഭൃത്. ഈ 2 നാമങ്ങൾ വിഷ്ണു സഹസ്രനാമം എന്തിനാ കൂട്ടിച്ചേർത്തത്? ഭൂതകൃത് എന്ന ശബ്ദം കൊണ്ട് 2 ദേവന്മാരെ, ഭൂതകൃത് എന്നാണ് പറഞ്ഞത്, 2 ദേവന്മാരാണ്. ഒന്ന് ഭൂതാനി കൃന്ദതി ഇതി ഭൂതകൃത്. ഇത് ആചാര്യസ്വാമികളുടെ വ്യാഖ്യാനമാണ് കേട്ടോ, ശങ്കരാചാര്യരുടെ വ്യാഖ്യാനമാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ. ഭൂതാനി കൃന്ദതി ഭൂതാനി കരോതി രണ്ടും വരും. എന്താണ് ഭൂതാനി കരോതി എന്ന് പറഞ്ഞാൽ? ഈ ലോകത്തുള്ള ഓരോന്നിനെയും സൃഷ്ടിക്കുക, അതാണ് ഭൂതകൃത്. അതേ ശബ്ദത്തിൽ തന്നെ മറ്റൊരു അർത്ഥം ഭൂതാനി കൃന്ദതി ഇതി ഭൂതകൃത്, ഈ ലോകത്തിലെ എല്ലാത്തിനെയും തന്നിലേക്ക് ലയിപ്പിക്കുന്നവൻ. അപ്പോൾ ഒരു നാമം കൊണ്ട് 2 പേരെ ഉറപ്പിച്ചു. ഭൂതാനി കരോതി ബ്രഹ്മദേവൻ, ഭൂതാനി കൃന്ദതി രുദ്രൻ. ഇനി ഭൂതഭൃത്ത് എന്നതുകൊണ്ട് ഭൂതാനി ബിഭർത്തി ഇതി ഭൂതഭൃത്ത്, ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ മുഴുവൻ സംരക്ഷിക്കുന്നവൻ ഭഗവാൻ സത്വഗുണപ്രധാനിയായ വിഷ്ണു. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൽ 2 നാമങ്ങളെ കൊണ്ട് 3 ദേവന്മാരെ അനുസ്മരിക്കുന്നു. ഏകസ്ത്വമേവ, ഭഗവാനെ അവിടുന്ന് ഒന്ന് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ തൻ്റെ മായാശക്തി കൊണ്ട് ഓരോന്നായിട്ട് സൃഷ്ടിച്ച് അതിൽ പ്രവേശിക്കുന്നു. തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത് എന്ന് ഉപനിഷത്ത് പറയും. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിൽ വിശ്വം എന്ന പദം ആദ്യം വെച്ചത്. ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിക്കുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഭഗവാൻ. വിശതീതി വിശ്വം, അതാണ് വിശ്വം എന്നത് ആദ്യത്തെ നാമം. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ. അങ്ങനെയുള്ള ആ സമസ്ത ലോകവും അവിടുന്ന് തന്നെയാണ്. കാണുന്നതൊക്കെ അവിടുന്ന് തന്നെയാണ്. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. അങ്ങനെയുള്ളൊരു ബോധം ആണ് വേണ്ടത്. അല്ലെങ്കിൽ തോന്നുന്നതാകിലഖിലം ഞാൻ എന്ന ബോധമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് സമസ്തതും ഭഗവാൻ തന്നെയാണ് എന്നതാ ഉറപ്പാ. അവിടത്തേക്ക് മാറ്റമൊന്നുമില്ല. അവിടുന്ന് നിർവികാരമായിരിക്കുന്ന ഭഗവത് സ്വരൂപമാണ്. ലോകാതീതമായിട്ട് നിൽക്കുന്ന അവിടുത്തെ സ്വരൂപമാണിത്. കാരണം നിഷ്ക്രിയമാണ്, നിർവികാരമാണ്, നിർഗുണമാണ് എന്നൊക്കെ നമ്മൾ ഭഗവാനെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവത് സ്വരൂപമാണ് അവിടുത്തേതെന്ന് എനിക്കറിയാം. അവിടുന്ന് ആ ആദികേശവ പെരുമാളായിട്ട് സ്ഥിതി ചെയ്യുന്ന അവസ്ഥ, അതായത് തിരുവട്ടാർ ആദികേശവ പെരുമാൾ ആ യോഗനിദ്രയിൽ ഈ ലോകത്തെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ആ നാഭിയിൽ നിന്നും ലോകപത്മം ഉണ്ടായി വന്നതും ആ ലോകപത്മത്തിൽ സാക്ഷാൽ ബ്രഹ്മദേവൻ ആവിർഭവിച്ച് അദ്ദേഹം ഒന്ന് നോക്കി, എവിടെയാണ് ഞാൻ ഉള്ളത്, ഞാൻ എവിടുന്നാ വന്നത് എന്നൊക്കെ ആലോചിച്ച് നോക്കിയിട്ടും അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചില്ല ഭഗവാനെ അവിടുത്തെ. അപ്പോൾ അങ്ങനെയുള്ളിരിക്കുന്ന ആ ബ്രഹ്മദേവന്റെ തപസ്സുകൊണ്ടാണ് അവസാനം അദ്ദേഹം തൻ്റെ ഉള്ളിൽ അവിടുത്തെ ദർശിച്ചത്. ഭഗവാനെ ദർശിച്ചത് പുറത്തല്ല, ബ്രഹ്മദേവന്റെ ഉള്ളിലാണ് ദർശിച്ചത്.
അതുകൊണ്ടാണ് ഭാഗവതം 1-ാമത്തെ മന്ത്രം വ്യാഖ്യാനിക്കുമ്പോൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ എന്ന് പറഞ്ഞത്. ബ്രഹ്മദേവന്റെ ഉള്ളില് ആ വേദതത്വത്തെ പ്രകാശിപ്പിച്ചു കൊടുത്തു ഭഗവാൻ എന്ന് പറഞ്ഞു വെച്ചത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ കാണാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഉറച്ച ഭക്തി തപസ് വേണം. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മദേവനെ പോലെ നമുക്കൊക്കെ കാണാൻ സാധിക്കണോ? ഈ പ്രപഞ്ചം ഭഗവാനാണെന്ന് കാണാൻ സാധിക്കണോ? സർവത്ര നിറഞ്ഞു ഭഗവത് സ്വരൂപത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഭഗവാൻ ഓരോരോ അവതാരങ്ങൾ എടുത്തു ഈ ലോകത്ത്. ഇത്തം നൃതൃഷി ദേവജഷാവതാരൈ ലോകാൻ വിഭാവയസി ഹംസി ജഗത് പ്രദീപാൻ. ലോകാൻ വിഭാവയസി, ഈ ലോകത്തെ മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്തു? സംരക്ഷിച്ചു. എങ്ങനെയാ സംരക്ഷിച്ചത്? മനുഷ്യനായിട്ട് അവതരിച്ചു ഭഗവാൻ, തിര്യക്കായിട്ട്, അതായത് 4 കാലിൽ നടക്കുന്ന മൃഗമായിട്ട് അവൻ അവതരിച്ചു, അല്ലെങ്കിൽ മത്സ്യമായിട്ട് അവതരിച്ചു, കൂർമ്മമായി അവതരിച്ചു. അതുപോലെ പരശുരാമസ്വാമിയായിട്ട് അവതരിച്ചു, ജഷം മത്സ്യാവതാരത്തെ ഇവിടെ അനുസ്മരിച്ചു. ഇങ്ങനെ ഓരോരോ അവതാരങ്ങളെ കൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു? ഈ ലോകത്തെ അനുഗ്രഹിച്ച് ഹംസി ജഗത് പ്രദീപാൻ, ലോകകണ്ടകന്മാര്, ലോകത്തെ നശിപ്പിക്കുന്നവരെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ലോകത്തിന് ധർമ്മം മഹാപുരുഷപാസയുഗാനുവൃത്തം. അല്ലയോ മഹാപുരുഷനായിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് യുഗാനുവൃത്തം, യുഗധർമ്മത്തെ, കൃതയുഗത്തിൽ എന്താണോ ധർമ്മം അതിനെ സ്ഥാപിച്ചു. ത്രേതായുഗം, അതുപോലെ ദ്വാപരയുഗം, എല്ലാ യുഗങ്ങളിലും അവിടുന്ന് അവിടുത്തെ അവതാരത്തെ കൊണ്ട് ധർമ്മത്തെ സ്ഥാപിച്ചു. ഈ കലിയുഗത്തിൽ എവിടെ അവൻ? കലിയുഗത്തിൽ മറഞ്ഞു നിൽക്കുന്നു. അതാണ് ഭാഗവതം പറയുന്നത്, ഛന്നഃ കലൗ. കലിയുഗത്തിൽ മറഞ്ഞു നിൽക്കുക നമ്മുടെ ഉള്ളില്. അതുകൊണ്ടാണ് ഭഗവാനെ എന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ത്രിയുഗ എന്ന് പറഞ്ഞത്. 3 യുഗത്തിലും അദ്ദേഹം ആവിർഭവിച്ച് ധർമ്മത്തെ സംരക്ഷിച്ചത് കൊണ്ട് ഇന്ന് കലിയുഗത്തിൽ നമ്മുടെ ഉള്ളിലൊക്കെ മറഞ്ഞു നിൽക്കുന്നു അദ്ദേഹം. ആ മറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ കാണാൻ സാധിക്കലാണ് നമുക്ക് വേണ്ടത് കലിയുഗത്തില്. ത്രിയുഗനായിരിക്കുന്ന ഭഗവാനെ നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുത്താൻ, നമ്മുടെ ഉള്ളിൽ ആ പുഞ്ചിരിക്കുന്ന മുഖം ഒന്ന് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ പുഞ്ചിരിക്കുന്ന ഓടക്കുഴമിട്ടുന്ന ആ ഭഗവാനെ ഒന്ന് കാണാൻ സാധിക്കുക നമ്മുടെ ഉള്ളില്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ മുൻജന്മ ദുരിതം കൊണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് അവതരിച്ചു. മാത്രമല്ല നമുക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഈ ആഗ്രഹങ്ങളുള്ള മനസ്സുകൊണ്ട് എങ്ങനെയാ ഭഗവാനെ കാണാൻ സാധിക്കുക? നമ്മുടെ മനസ്സ് മലീമസമാണെങ്കിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല അവിടെ. എന്നാൽ നമ്മുടെ മനസ്സ് നിർമ്മലമാവുമ്പോൾ അവിടെ ഈശ്വര ചൈതന്യത്തിൻ്റെ ആവിർഭാവം ഉണ്ടാവുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്ന് പറയാനുണ്ട് ഭഗവാനെ അവിടുത്തോട്. എന്താ പറയേണ്ടത് ചോദിച്ചാൽ, ജിഹ്വൈകതോച്യുത വികർഷതി മാവിതൃപ്ത ശിഷ്ണോന്യതസ്തുഗതരം ശ്രവണം കുതശ്ചിത് ഘ്രാണോന്യതശ്ച ബലദൃക് ക്വച കർമ്മശക്തിർബഹ്യസപത്ന്യൈവ ഗേഹപതിം ലുനന്തി. ഒരു ഗേഹപതി, ഒരു ഗൃഹനാഥൻ. ആ ഗൃഹനാഥന് കുറേ ഭാര്യമാര്. ആ ഭാര്യമാരെ കൊണ്ട് ഗൃഹനാഥൻ ദുഃഖിക്കുന്നത് പോലെ. എങ്ങനെയാ ദുഃഖിക്കുന്നത്? ഗൃഹനാഥൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് 1-ാമത്തെ ഭാര്യ അവളുടെ അടുത്തേക്ക് പിടിച്ചു വലിക്കുമ്പോൾ 2-ാമത്തെ ഭാര്യ അങ്ങോട്ട് പിടിച്ചു വലിക്കും, 3-ാമത്തത് അങ്ങോട്ട് വലിക്കും. ബഹ്യസപത്ന്യൈവ ഗേഹപതിം ലുനന്തി. ആ ഗൃഹനാഥന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൈ ഒരു ഭാര്യ പിടിച്ചു വലിക്കുമ്പോൾ ഒറ്റയ്ക്ക് മറ്റേയാളെ പിടിച്ചു വലിക്കണതേ. കാലൊരാൾ പിടിച്ചു വലിച്ചു, മറ്റേ കാല് മറ്റൊരാൾ പിടിച്ചു വലിച്ചു. അതുപോലെയാ എൻ്റെ അവസ്ഥ എന്ന്. ജിഹ്വൈകതോച്യുത, എൻ്റെ നാവ് അച്യുത. വളരെ പ്രധാനപ്പെട്ടൊരു സംബോധനയാണത്. 2 അർത്ഥമാണ് അച്യുതൻ എന്നുള്ളതിന്. ആചാര്യസ്വാമികൾ പറയും, ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ. അല്ലെങ്കിൽ ആരെ ആശ്രയിച്ചാലാണോ നമുക്ക് ദുഃഖവും നാശവും ഇല്ലാത്തത് അവൻ അച്യുതൻ.
അപ്പോൾ അങ്ങനെയുള്ള ആ അച്യുത, ച്യുതിയില്ലാത്തവനെ, അല്ലെങ്കിൽ അങ്ങയെ ആശ്രയിച്ചാൽ നമുക്ക് ച്യുതി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാമെന്ന ഒരർത്ഥം അതിൻ്റെ ഉള്ളിൽ പ്രഹ്ലാദം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള അച്യുതനോടാണ് പറയുന്നത്, ജിഹ്വ, എൻ്റെ ജിഹ്വ ഏകതഃ ഒരു ഭാഗത്തേക്ക് വികർഷതി. എങ്ങനെയാ? അവിതൃപ്താ ജിഹ്വ, എൻ്റെ നാക്കിന് എപ്പോഴെങ്കിലും തൃപ്തി വന്നിട്ടുണ്ടോ ഭഗവാനെ? വന്നിട്ടില്ല. അതൊരു ഭാഗത്തേക്ക് എന്നെ വലിക്കണു. ശിഷ്ണഃ, എൻ്റെ ആ പ്രത്യുൽപാദന അവയവമാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് എന്നെ പിടിച്ചു വലിക്കുന്നു, കാമോപഭോഗത്തിന് വേണ്ടിയിട്ട്. ഉദരം, എൻ്റെ ഉദരം ഒരു വഴിക്ക്, ത്വക്ക്, എൻ്റെ ത്വക്ക് ഒരു വഴിക്ക്, ശ്രവണം കുതശ്ചിത്, എൻ്റെ ചെവി മറ്റൊരു വഴിക്ക്, ഘ്രാണഃ അന്യതഃ, എൻ്റെ മൂക്ക് വേറൊരു വഴിക്ക്, ചപലദൃക്, എൻ്റെ കണ്ണാണെങ്കിലോ അത്യന്തം ചപലമാണ്. അതുപോലെ ഓരോന്നും എൻ്റെ കർമ്മശക്തി, കർമ്മശക്തി പറഞ്ഞാൽ പിന്നെ പറയാനുമില്ല, കർമ്മേന്ദ്രിയങ്ങളെല്ലാം വന്നു. ഇതൊക്കെ എന്നെ ഓരോ വഴിക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അനേകം ഭാര്യമാരുള്ള ഒരു ഗൃഹനാഥനെ പോലെയാണ് ഇന്ന് കഴിയുന്നത്. അതുകൊണ്ട് ഈ ഭവവൈതരണിയിൽ വീണിരിക്കുന്ന ഒരു നരകമാണിത്. ഈ നരകത്തിൽ വീണ് ഞാനിന്ന് എന്തൊക്കെയോ ദുഃഖങ്ങൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഒന്നേ ആഗ്രഹമുള്ളൂ, അല്ലയോ പാരചര, ഈ സംസാര സാഗരത്തെ കടക്കുന്ന ഭഗവാനെ അവിടുന്ന് പീപ്രഹി, പീപ്രഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ ഭഗവാനെ. എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഒരു വഴിക്ക് പോകുമ്പോൾ എന്നെ രക്ഷിക്കണേ അവിടുന്ന്. മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല. അവിടുത്തെ നാമം മാത്രം ചൊല്ലാനുള്ള ഭാഗ്യം ഉണ്ടാവുക, നമ്മുടെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കാൻ പറ്റുക, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഭഗവാനിൽ ഉറപ്പിക്കാൻ പറ്റുക, മറ്റൊന്നും നമുക്ക് സാധിക്കില്ല. കാരണം അവസാന നിമിഷം നാമം ചൊല്ലാന്ന് വിചാരിച്ചാൽ നമുക്ക് സാധിക്കുമോ? ഇല്ല. കൃഷ്ണത്വദീയ പദപങ്കജ പഞ്ചരാന്തേ അദ്യൈവമേ വിശദു മാനസരാജഹംസ പ്രാണഃപ്രയാണ സമയേ കഫവാതപിത്തൈഃ കണ്ഠാവരോധന വിധൗ സ്മരണം കുതസ്തേ. കൃഷ്ണ, അവിടുത്തെ പാതാരവിന്ദങ്ങളാകുന്ന കൂട്ടില് എൻ്റെ മാനസമാകുന്ന രാജഹംസത്തെ കെട്ടിയിടാൻ സാധിക്കണം, പൂട്ടിയിടാൻ സാധിക്കണം. കാരണം ആ രാജഹംസം, മനസ്സാകുന്ന രാജഹംസം അങ്ങനെ പറന്ന് നടക്കുക എന്ന്. അതുകൊണ്ട് അവിടുത്തെ പാതാരബിന്ദങ്ങളെന്ന് പൂട്ടിയിടാൻ സാധിക്കുക ഭഗവാനെ. കാരണം എന്താ? പ്രാണപ്രയാണ സമയേ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ പോകുന്ന സമയത്ത് കൃഷ്ണ എന്ന് വിളിക്കാൻ സാധിക്കില്ല. കഫവാതപിത്തൈഹി കണ്ഠാവരോധന വിധൗ, കഫവും ഒക്കെ വന്നടയും നമ്മളുടെ തൊണ്ടയിൽ. എന്നിട്ട് ഗുറു 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 ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് നാരായണ 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 എന്ന് ചൊല്ലാൻ സാധിക്കില്ലെങ്കിലോ ഭഗവാനെ. അതുകൊണ്ട് ഇന്ന് തന്നെ ആ നാമം ചൊല്ലാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന സജ്ജനങ്ങളുണ്ട് ഈ ലോകത്ത്. അതുപോലെ ഈ ഇന്ദ്രിയ സുഖങ്ങൾക്കൊന്നും അടിമപ്പെടാതെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ സേവിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ, എന്നെ രക്ഷിക്കണേ ഭഗവാനെ. അവിടുത്തേക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ രക്ഷിക്കാൻ? വളരെ രസകരമായ ചോദ്യമാണ് പ്രഹ്ലാദകുമാരൻ ചോദിക്കുന്നത്. കോന്വത്ര തേഖില ഗുരോ ഭഗവൻ പ്രയാസ ഉത്താരണേസ്യ ഭവസംഭവലോപഹേതോ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണക്കാരനായിരിക്കുന്ന അവിടുത്തേക്ക് ക്വ പ്രയാസ, എന്ത് പ്രയാസമുള്ളത് ഭഗവാനെ എന്നെ ഒന്ന് രക്ഷിക്കാൻ? ഇനി എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പറയണില്ല, പിന്നെ ആരെ രക്ഷിക്കേണ്ടത് പ്രഹ്ലാദ? ഈ ലോകത്തുള്ള എല്ലാവരെയും രക്ഷിക്കൂ ഭഗവാനെ. കാരണം നമ്മളൊക്കെ ചിലപ്പോൾ അവിടുത്തെ ഭക്തന്മാരല്ലേ. അതുകൊണ്ട് ഭക്തന്മാർക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുക്കും. പക്ഷെ ഈ ലോകത്തുള്ളവരും ചെയ്യും ഭഗവാനെ. അവരുടെ അവസ്ഥ അറിയില്ലേ അവിടത്തേക്ക്? എല്ലാവരും പലതരം സുഖങ്ങൾക്ക് വേണ്ടി ഓടി നടക്കല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയാണ് അവിടുന്ന് അനുഗ്രഹിക്കേണ്ടത്.
എവിടെ എത്തി നോക്കൂ പ്രഹ്ലാദകുമാരൻ്റെ പ്രാർത്ഥന. ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. പറഞ്ഞു മൂഢേഷു തവ മഹദനുഗ്രഹ. മൂഢേഷു, സത്യത്തെ അറിയാതെ ഓടി നടക്കുന്ന അജ്ഞന്മാർക്കാ ഭഗവാനെ അവിടുന്ന് അനുഗ്രഹം കൊടുക്കേണ്ടത്. അല്ലാതെ ഞാൻ എൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കും എന്ന് മാത്രം വിചാരിക്കരുത്. അവിടുത്തെ ഭക്തന്മാരെ മാത്രമേ അനുഗ്രഹിക്കുള്ളൂ എന്നല്ല അവിടുത്തേക്ക് ആഗ്രഹം വേണ്ടത്. പിന്നെ എന്താ വേണ്ടത് പ്രഹ്ലാദകുമാര? ഈ ലോകത്തുള്ള എല്ലാവരെയും അനുഗ്രഹിക്കൂ ഭഗവാനെ. എല്ലാവരും ദുഃഖിക്കുകയാണ്, ഇങ്ങനെ ദുഃഖം കൊണ്ട് കഷ്ടപ്പെടുകയാണ് അവര്. അതുകൊണ്ട് അവരെ അനുഗ്രഹിക്കണേ എന്നാണ് പ്രഹ്ലാദകുമാരൻ്റെ ആഗ്രഹം ഇതാ കാണുന്നത്. അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും എന്ത് ചെയ്യുന്നു? അവിടുത്തെ നാമം ചൊല്ലി ആ നാമ അമൃതത്തിൽ മുങ്ങണു. ഭഗവാന്റെ നാമം എന്ന് പറയുന്നത് അമൃതമാണ്. എനിക്ക് പേടിയില്ല, ഈ ദുഃഖത്തിൽ പെടുമോന്ന് എനിക്ക് പേടിയില്ല. കാരണം ഞാനിന്ന് അവിടുത്തെ നാമം ചൊല്ലിയ അമൃതത്തിൽ മുങ്ങി ആ ആനന്ദത്തെ അനുഭവിക്കുന്നവനാണ് ഭഗവാൻ. എനിക്ക് പേടിയില്ല ഈ ലോകത്തെ. പക്ഷേ ഈ ലോകത്തിൽ ദുഃഖിക്കുന്ന പലരുണ്ടല്ലോ, അവരെ ഒന്ന് രക്ഷിക്കൂ. എനിക്ക് ദുഃഖമെന്ന് അവരെ കുറിച്ചാണ്, ആ മൂഢന്മാരെ കുറിച്ച്, അജ്ഞാനികളെ കുറിച്ചാണ് ഞാൻ ദുഃഖിക്കുന്നത്. അതുകൊണ്ട് അവരെയും കൂടി അവിടുത്തെ അനുഗ്രഹത്തിന് പാത്രമാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ദുഃഖിക്കുന്നവർക്ക് നാന്യം, മറ്റൊരാളില്ല, അവിടുന്നല്ലാതെ മറ്റൊരാള് ഈ അജ്ഞാനികളെ സംരക്ഷിക്കാനായിട്ട് ഇല്ല. എല്ലാവരും വിചാരിക്കുന്നു മൈഥുനാദികളാണ് ഏറ്റവും സുഖം. അത് ഏതുപോലെയാണ്? കണ്ടൂയനേന കരയോരിവ ദുഃഖം. കണ്ടൂയനേന കരയോഹോ, കൈകൊണ്ട് രണ്ട് കൈ ഇങ്ങനെ പരസ്പരം ചൊറിയുന്നത് പോലെയുള്ളൂ ഈ ലോകത്ത് മൈഥുന സുഖങ്ങളൊക്കെ. അതാരും മനസ്സിലാക്കണില്ലല്ലോ ഭഗവാനെ. അതുകൊണ്ട് എന്തേ വേണ്ടെന്ന് വിചാരിച്ചാൽ അവിടുത്തെ ആ ഭക്തന്മാരെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കുക. പറഞ്ഞ് അവസാനം നമസ്കരിക്കുകയാണ് വീണ്ടും വീണ്ടും. ത്വം വായുഹു അഗ്നിഹി അവനിഹി വിയത് അംബുമാത്ര. ആകാശവും ഭൂമിയും അഗ്നിയും ജലവും വായുവും ഒക്കെ അവിടുന്നല്ലേ ഭഗവാനെ. തന്മാത്രകള്, ഇതിൻ്റെയൊക്കെ തന്മാത്രകളും അവിടുന്നാണ് ഭഗവാനെ. പ്രാണേന്ദ്രിയാണി, പ്രാണനും അവിടുന്ന് തന്നെയാണ്, ഹൃദയവും അവിടുന്ന് തന്നെയാണ്, ചിത് സ്വരൂപവും അനുഗ്രഹവും ഒക്കെ അവിടുന്ന് തന്നെയാണ്. സർവം ത്വമേവ, സർവം ത്വമേവ. ഭഗവാനെ, ഈ കാണുന്നതും അല്ലെങ്കിൽ നമുക്ക് ദൃശ്യമായതും ദൃശ്യമാവാത്തതുമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ ഈ ലോകത്ത്, അത് മുഴുവൻ ഗുരുവായൂരപ്പൻ തന്നെയാണ്, അത് മുഴുവൻ അവിടുത്തെ സ്വരൂപമാണ് എന്നതാ ഞാൻ മനസ്സിലാക്കണു. അതുകൊണ്ട് എന്താ വേണ്ടത്? ഭാഗവതം പറയുന്നു, നമുക്ക് വേദത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഈ വേദശബ്ദം പോലും ചിലപ്പോൾ ഭഗവാനെ മനസ്സിലാക്കി തരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സജ്ജനങ്ങള് ഭക്തിയെ സ്വീകരിക്കണു. ആ ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കണു. അതുകൊണ്ട് ഒന്നേ ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞ് നമസ്കരിക്കണു. തത്തേർഹത്തമ നമസ്തുതി കർമ്മ പൂജ കർമ്മസ്മൃതി ചരണയോ ശ്രവണം കഥായാം സംസേവയാ ത്വയി വിനേതി ഷഡംഗയാ കിം ഭക്തിം ജന പരമഹംസഗതൗ ലഭേത. ഭഗവാനെ, നമസ്തുതി കർമ്മ പൂജ, നമസ്കാരം, സ്തുതിക്കൽ, സ്തോത്രം, ഭഗവാനിലുള്ള കർമ്മങ്ങൾ, ഭഗവാനോടുള്ള പരിചര്യ, പാദസ്മരണം, ഭഗവാന്റെ കഥകളിലുള്ള ശ്രവണം, ഈ 6 കൊണ്ടാണ് നമുക്ക് ഭഗവത് സേവയെ സാധിക്കുന്നത്. അല്ലാതെ ഈ 6 കൊണ്ടല്ലാതെ ഭക്തന്മാരൊക്കെ ആശ്രയിക്കുന്ന അവിടത്തേക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ ഭക്തന്മാരെത്തിയിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ പാദാരവിന്ദങ്ങളിൽ നമുക്ക് എങ്ങനത്തെ എത്താൻ സാധിക്കുന്നു ചോദിച്ചാൽ ഭാഗവതം പറയുന്നു, നമസ്തുതി കർമ്മപൂജ കർമ്മസ്മൃതി ചരണയോഹോ ശ്രവണം കഥായാം. ഈ 6 നമുക്ക് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞങ്ങോട്ട് നമസ്കരിച്ചു.
ഭഗവാന് സന്തോഷമായി. ഭഗവാൻ ചോദിച്ചു, പ്രഹ്ലാദകുമാര, എന്താ അനുഗ്രഹം വേണ്ടത്? പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ കച്ചവടക്കാരനാവാൻ ആഗ്രഹിക്കണില്ല. സവൈ വണിക്, ആരാണോ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് എനിക്ക് ഇന്നത് തരണമെന്ന് പറയുന്നത് അവൻ്റെ പേര് ഭക്തൻ എന്നല്ല, അവൻ്റെ പേര് കച്ചവടക്കാരെന്നാണ്. കാരണം പണ്ട് കച്ചവടം നടത്തിയത് നമുക്കറിയാം അല്ലേ, നമ്മൾ സ്കൂളിൽ ബാർട്ടർ സമ്പ്രദായമൊക്കെ പഠിച്ചവരാ. ഒരു സാധനം അങ്ങോട്ട് കൊടുത്തൊരു സാധനം ഇങ്ങോട്ട് വാങ്ങുക. അതുപോലെ ഭഗവാന് ഭക്തി കൊടുത്തിട്ട് ഭഗവാനെ എനിക്കിന്ന് തരണം. പാവം ഭഗവാൻ. ഇതല്ലേ ഭഗവാനെ കച്ചവട മനസ്ഥിതി. ഞാൻ ഇത്രയും കാലം അവിടുത്തെ ഉപാസിച്ചത് അനുഗ്രഹത്തിന് വേണ്ടിയല്ല. എനിക്കൊരു അനുഗ്രഹവും അവിടുത്തെ ആവശ്യമില്ല. എനിക്ക് ആ ഭക്തി മാത്രമേ വേണ്ടൂ, അവിടുത്തെ പാതാരബിന്ദങ്ങളിലുള്ള മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവിടുത്തെ കുടുംബം അല്ലെങ്കിൽ കുലം മുഴുവൻ ഇതാ പരിശുദ്ധമായിരിക്കുന്നു. 21 തലമുറയാണ് പരിശുദ്ധമായത് ഭഗവാൻ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ പ്രഹ്ലാദകുമാരൻ രാജാവായി മാറിയതും ബ്രഹ്മദേവൻ ഒന്ന് നമസ്കരിച്ച് ഭഗവാന്റെ അടുത്ത് പോയത് ഇപ്പോഴാ. ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മദേവ, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊന്നും കൊടുത്തേക്കരുത്. ഇനി കൊടുത്താൽ പാമ്പിന് പാല് കൊടുത്തതുപോലെയാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊന്നും കൊടുത്തേക്കരുതെന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷമാകുന്നതും, ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹമാണ് ലോകത്തിന് മുഴുവൻ ഉള്ളതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ത്രിപുരദഹനം എന്ന കഥ പറഞ്ഞതൊക്കെയായുള്ള ഭാഗങ്ങൾ കാണാം നമുക്ക് ഭാഗവതത്തിൽ. അതിനുശേഷമാണ് നാരദ മഹർഷിയോട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചു, മഹർഷേ, നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇതൊക്കെ നടക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു വെച്ചു ഇന്നലെ. രാജസൂയ രംഗത്ത് ശ്രീകൃഷ്ണ മഹാപ്രഭു ആ അഗ്രാസനത്തിലിരിക്കുന്ന സമയത്ത്, ശിശുപാലനെ വധിച്ച സമയത്ത് ഉണ്ടായ സംശയമാണ് നരസിംഹാവതാരത്തിൻ്റെ കഥ. ശ്രീകൃഷ്ണ മഹാപ്രഭു ഇങ്ങനെ അവിടെ ഇങ്ങനെ വിരാജിക്കുന്ന സമയത്ത് മുമ്പിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് നരസിംഹാവതാരം പറഞ്ഞു കൊടുക്കുന്ന ആലോചിച്ച് നോക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലയോ യുധിഷ്ഠിര, എന്തൊരു ഭാഗ്യ നിങ്ങളുടെ, അങ്ങനെയുള്ള ഭഗവാനാ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് അഗ്രാസന പൂജയെ സ്വീകരിക്കുന്നത് മഹാഭാഗ്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നാരദ മഹർഷി. അപ്പോഴാണ് എങ്ങനെയാണ് നാം ജീവിക്കേണ്ടതെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ബദരികാശ്രമത്തില് ബദരിനാഥത്തിൽ വെച്ച് ആ ചർച്ചയുണ്ടായി എന്നാണ്, മനുഷ്യർ ജീവിക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ച്. അപ്പോൾ ആ സർവദേവസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ബദരികാശ്രമത്തിൽ വെച്ച് ഉപദേശിച്ചു കൊടുത്ത വർണ്ണാശ്രമധർമ്മങ്ങൾ, അതായത് നമ്മളൊക്കെ ഓരോ വർണ്ണത്തിൽപ്പെട്ടവരാണെന്നൊക്കെ പറയും. നമ്മുടെ ഗുണകർമ്മ വിഭാഗശ എന്നൊക്കെ ഗീതയിൽ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ആശ്രമധർമ്മങ്ങൾ വേണം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യനായാൽ എന്താ ധർമ്മം? 30 ധർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കേണ്ടത്. അത് പറയുമ്പോഴേക്കും ഏത് സമയമാവും. 30 ധർമ്മത്തെ ആചരിക്കുക നമ്മുടെ ജീവിതത്തിൽ. സത്യം, ദയാ, തപശൗചം, തിതിക്ഷേക്ഷ, ശമോ, ദമഃ. ആദ്യത്തെ സത്യം. സത്യം മാത്രം നമ്മുടെ ജീവിതത്തിൽ കൈമുതലാവുക. എല്ലാ മനുഷ്യരും ആചരിക്കേണ്ട 30 ധർമ്മം. സത്യം, ദയ, സർവഭൂത ദയ, ദയയോടുകൂടി കാണുക എല്ലാവരെയും. ഭഗവാനുള്ള വിശ്വാസത്തിലുള്ള തപസ്. ശൗചം, ശുദ്ധി വേണം. ശുദ്ധി എന്ന് പറഞ്ഞാൽ ആന്തരികമായ ശുദ്ധിയും വേണം, ബാഹ്യമായ ശുദ്ധിയും വേണം. പിന്നെ തിതിക്ഷ വേണം, അതുപോലെ ഈക്ഷ വേണം. തിതിക്ഷ എന്ന് പറഞ്ഞാൽ സഹനശക്തി. ഈക്ഷ, ഈക്ഷ എന്ന് പറഞ്ഞാൽ കാര്യാകാര്യ വിവേകം വേണം. ഇന്ന് മനുഷ്യനില്ലാത്തതാ. എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത്, ഞാനീ ചെയ്യുന്നത് ആവശ്യമുള്ളതാണോ അല്ലയോ, ഏകയാദ്വേ വിനിശ്ചിത്യ ത്രീശ്ചതുർഭിർവശേ ഗുരു എന്നൊക്കെ നമുക്ക് മഹാഭാരതത്തിൽ കാണും. ഒന്നുകൊണ്ടറിയണം രണ്ടിൻ്റെ ബലാബലം. ഇപ്പൊ യുക്തായുക്ത വിചാരം. ശമഃ എന്ന് പറഞ്ഞു, മനസ്സിനെ നിയന്ത്രിക്കണം. നമുക്ക് പറ്റുമോ? ആലോചിച്ച് നോക്കി, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എത്രയാ മനസ്സോടി നടക്കണാവോ. ദമഃ, ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക. അഹിംസ, ബ്രഹ്മചര്യം ച. അഹിംസ,
മനസ്സുകൊണ്ട് പോലും കായേന വാച മനസ്സ ഒന്നും വേണ്ട, വചസ വേണ്ട, വാക്കുകൊണ്ട് ഹിംസിക്കരുത്, മനസ്സുകൊണ്ട് പോലും ഹിംസിക്കരുത്. ബ്രഹ്മചര്യം, ബ്രഹ്മചര്യം എന്ന് പറയുന്നതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ത്യാഗം, സ്വാധ്യായം. സ്വാധ്യായം ആത്മീയ ഗ്രന്ഥങ്ങളെ അറിയുക. അതുപോലെ ആർജവം, ജീവിതത്തിൽ കാപട്യം കാണിക്കരുത്, ജീവിതത്തിൽ ഒരു മുഖം മൂടി അണിഞ്ഞ് പ്രവർത്തിക്കരുത്. നമ്മൾ എപ്പോഴും നന്മയുള്ള പ്രവർത്തനം ചെയ്യുക, സന്തോഷമുണ്ടാവുക, സമദൃക്ക്, എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുക, എല്ലാവരെയും സേവിക്കുക. ഗ്രാമ്യേഹോപരമഃ, ഗ്രാമ്യവൃത്തികൾ, അതായത് മറ്റുള്ളവരെ കുറിച്ച് കുശുമ്പും കുന്നായ്മ പറയാ, കുന്നായ്മ പറയല്ലേ, നമ്മൾ കുശുമ്പ് പറയും, കുന്നായ്മ പറയും, അതൊന്നും പറയാതിരിക്കുക. ഗ്രാമ്യേഹോപരമഃ, അത് ശനൈഹി, നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയും ശനൈഹി, പതുക്കെ പതുക്കെ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് പലതരത്തിൽ ഓടുന്നത് കൊണ്ട് നമുക്ക് ഈ കുശുമ്പ് പറയുക എന്നൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലെങ്കിലോ, അതുകൊണ്ട് പതുക്കെ പതുക്കെ അതിൽ നിന്നൊക്കെ പിരിമിക്കുക എന്ന് പറയും. നൃണാം വിപര്യേഹേക്ഷ മൗനം ആത്മവിമർശനം. പിന്നീട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മൗനം വേണം, അധികം സംസാരിക്കേണ്ട. നാക്കാണ് നമ്മുടെ പ്രശ്നക്കാരനെ. ജിതേ സർവേ ജിതം സർവം ജിതേരസെ, ഭാഗവതത്തിൽ പറയും. നാക്കിനെ ജയിച്ചാൽ എല്ലാത്തിനെയും ജയിച്ചു എന്നാ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, പണ്ട് പല്ല് കരയുന്ന ഒരു സുഭാഷിതമുണ്ട്, ചാടു ശ്ലോക. ഇത് പ്രാർത്ഥയതേ ദന്തഹേ ജിഹ്വേ മഹുമാവദ ത്വയാകൃതേ പരാധേതോ സ്ഥാനഭ്രംശം ഭവേൻ മമ. അല്ലയോ നാക്കേ, നീ അധികം സംസാരിക്കല്ലേ, നീ സംസാരിച്ചാലോ എന്തെങ്കിലും അപരാധം ചെയ്യും, അപരാധം ചെയ്താലോ സ്ഥാനഭ്രംശം ഭവേൻ മമ, എൻ്റെ സ്ഥാനം മുഴുവൻ തെറ്റിപ്പോവും എന്ന് പറഞ്ഞാൽ അടി കിട്ടുമ്പോൾ പല്ലളകുവേ. അതുകൊണ്ട് പല്ല് കരയ്യ നാവിനോട്, അയ്യോ നാവേ പറയല്ലേ ഒന്നും. മൗനം, ആത്മവിമർശനം, എപ്പോഴും ചിന്തിക്കുക, താൻ ആരാണെന്ന് ചിന്തിക്കുക. അന്നാദ്യാദേഹേ സംവിഭാഗ, ഭക്ഷണം വിഭജിച്ച് കഴിക്കുക. നമ്മുടെ മുമ്പിൽ വിശക്കുന്ന ഒരാളുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ വിശക്കുന്ന ഒരാൾ വന്നാൽ ഭക്ഷണം കൊടുക്കുക. അത് കേവലം മനുഷ്യന് മാത്രമല്ല, ഭൂതയജ്ഞം, പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുക, വൃക്ഷങ്ങൾക്ക് വെള്ളമൊഴിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അന്നാദ്യാദേഹ സംവിഭാഗ, അത് വേണ്ട രീതിയിൽ കൊടുക്കുക. അവരിലൊക്കെ ദേവതാ ബുദ്ധി ഉണ്ടാവുക, അവരൊക്കെ ഈശ്വരനാണെന്ന് കാണുക, സർവത്ര ഹരിയെ കാണുക. അതുപോലെ നവധാ ഭക്തി, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതും കൂടി നമുക്കുണ്ടായാൽ 30 ധർമ്മങ്ങളായി. ഈ 30 ധർമ്മങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നമ്മൾ മനോഹരമായ ജീവിതം നയിക്കുന്നവരാവും, ആ നന്മയെ നയിക്കുന്നവരാവും. സ്ത്രീകൾ എങ്ങനെയാ ജീവിക്കേണ്ടത് ഭാഗവതം പറയും. എപ്പോഴും സന്തോഷമാണ് സ്ത്രീകൾക്ക് വേണ്ടത്. സ്ത്രീകളുടെ സന്തോഷം, അതായത് മഹാഭാരതത്തില് ശരണാഗത രക്ഷണം പരമോധർമ്മ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു മാടപ്രാവിനെ കൊണ്ട് പറയിക്കുന്നുണ്ട് വ്യാസഭഗവാൻ. ഗൃഹം ഗൃഹമിത്യാഹു ഗൃഹിണി ഗൃഹമുച്യതേ. ഒരു വീട് വീടാണെന്ന് പറയണമെങ്കിൽ ഗൃഹിണി ഗൃഹമുച്യതേ, ഒരു വീട്ടിലെ ആ വീട്ടുകാരിയാണ് വീട്. അതുകൊണ്ട് സന്തോഷം എപ്പോഴും ഉണ്ടാവണം, എപ്പോഴും ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെയാണ് ഭാഗവതം പറഞ്ഞിരുന്നത്. അങ്ങനെ എപ്പോഴും ഭർത്താവിനെയും ഭർത്താവിൻ്റെ ബന്ധുക്കളെയൊക്കെ സ്നേഹിച്ചിരുന്നാൽ ലക്ഷ്മി ദേവിയെ പോലെ പ്രകാശിക്കാൻ ആ സ്ത്രീക്ക് സാധിക്കുന്നു. ശ്രീരിവ മോദതേ എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ഒരു ശ്രീയായി മാറാൻ നമുക്കൊക്കെ സാധിക്കണം. പിന്നീട് ബ്രഹ്മചര്യം, ഇന്ന് ബ്രഹ്മചര്യാശ്രമം ഇല്ല എങ്കിലും വിദ്യാർത്ഥികൾ ഉണ്ട്. ആ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാലേ. കാകദൃഷ്ടി, ഭഗധ്യാനം, ശ്വാനനിദ്ര എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഗുരുനാഥൻ പറയുന്നതനുസരിച്ച് ബ്രഹ്മചര്യാശ്രമം, പിന്നെ ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. പക്ഷേ ഈ ഗാർഹസ്ഥ്യത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് മാത്രം പറഞ്ഞ് സമർപ്പിക്കാം. എപ്പോഴും
വിവാഹം കഴിഞ്ഞാലുള്ള ജീവിതം എങ്ങനെയായിരിക്കണം ചോദിച്ചാൽ വാസുദേവാർപ്പണം, ഭഗവാനിൽ സമർപ്പിച്ച ഒരു ജീവിതം. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. അപ്പോൾ അങ്ങനെ ഭഗവത് സമർപ്പണമായിട്ടുള്ളൊരു ജീവിതം. ഉപാസീത മഹാമുനീൻ, ഋഷീശ്വരന്മാരെ ഉപാസിക്കുക. ഇന്ന് സന്യാസിമാരെ കളിയാക്കാനല്ലാതെ നമുക്ക് മറ്റൊരു വഴിയില്ല അല്ലേ? പക്ഷെ അതല്ല വേണ്ടത്. അവരൊക്കെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കണം. എപ്പോഴും ഗൃഹസ്ഥാശ്രമി എന്ത് ചെയ്യണം? ഭഗവാന്റെ അവതാര കഥകളെ കേൾക്കുക. ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ കൂടി ഭഗവാന്റെ കഥകളെ കേൾക്കാൻ സാധിക്കുക. അതുപോലെ സത്സംഗം ചെയ്ത് ഒന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ നശിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഏകാദശത്തിൽ പറയും ഗൃഹേഷു അതിഥിവത് വസൻ. നമ്മുടെ വീട്ടിൽ താമസിക്കേണ്ടത് എങ്ങനെയാണ്? അതിഥിയെ പോലെ. എപ്പോഴും ഇറങ്ങിപ്പോണ്ടവരാണ് നമ്മൾ എന്നൊരു ബോധമുണ്ടാവണം നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന സുഖങ്ങളൊക്കെ നശിക്കുന്നതാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ മാത്രമാണ് സത്യമെന്ന ചിന്ത ഉറപ്പിക്കുക. വിരക്തഃ രക്തവത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും തോന്നും ഇയാൾ വളരെയധികം ഒട്ടി നിൽക്കുകയാണ് വീടിനോടും വീട്ടുകാരികളോട്, അല്ലെങ്കിൽ വീടിനോടും കുട്ടികളോട്. പക്ഷേ മനസ്സുകൊണ്ടൊന്ന് ഉറപ്പിക്കണം, ഞാൻ ഏതിനെയാണോ സ്നേഹിക്കുന്നത് അത് നശ്വരമാണ്. അതുകൊണ്ട് എനിക്ക് അതിനോട് അധികം ഒട്ടലില്ല. ഇന്നലെ പറഞ്ഞതുപോലെ തട്ടയൂർ തിരുമേനി പറയുന്നത് പോലെ പച്ചത്തേങ്ങയാവരുത്, കൊട്ടത്തേങ്ങയാവണം. അതിൻ്റെ ഉള്ളിൽ, ഗൃഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളിച്ചാലും അതിനോടൊന്നുമുള്ള ഒട്ടൽ നമുക്കുണ്ടാവരുത് എന്നിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ അനുമോദിക്കാം. നമ്മുടെ ഭാര്യയും കുട്ടികളൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളെ അനുമോദിക്കണം. പക്ഷേ നിർമ്മമഹ, മമത്വഭാവം വേണ്ട. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ ഭാവം നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് അതിനോട് ഒട്ടൽ കൂടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ജീവിച്ച് അവസാനം ഒന്നും കൂടി നമുക്ക് ചുരുക്കി പറയാണ്, സമയത്തിൻ്റെ അഭാവം കൊണ്ട് ഒന്നുറപ്പിക്കുക. ഈ ശരീരം എങ്ങനെയുള്ളതാണ്? ഉപനിഷത്തിൽ പറഞ്ഞ, അല്ലെങ്കിൽ കഠോപനിഷത്തിൽ പറഞ്ഞ രഥരഥി സങ്കല്പം, അതും ഭാഗവതത്തിൽ കാണാം. ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനഭീഷൂന്മന ഇന്ദ്രിയേശം വർത്മാനി മാത്ര ധിഷണാം ച സൂതം സത്വം ബൃഹത് ബന്ധുരമീശ സൃഷ്ടം അക്ഷം ദശ പ്രാണമധർമ്മധർമ്മോ ചക്രേഭിമാനം രഥിനം ച ജീവം ധനുർഹിതസ്യ പ്രണവം പഠന്തി ശരം തു ജീവം പരമേവ ലക്ഷ്യം. അപ്പോൾ രഥരഥീ കൽപ്പന, ഈ ശരീരത്തെ ഒരു രഥമായിട്ട് കാണാൻ സാധിച്ചാൽ, ആഹുശരീരം രഥമിന്ദ്രിയാണി. അപ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ ഇനി എന്താ ചോദിച്ചാൽ ഹയാൻ, കുതിരകളാണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ കുതിരകളുടെ അവസ്ഥ ഓരോന്നോരോ വഴിയിലേ പോവുക. അപ്പോൾ നമ്മുടെ ശരീരമാകുന്ന രഥത്തിലേക്ക് കെട്ടിയ കുതിരകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അല്ലാതെ 5 കുതിരകൾ 5 വഴിക്ക് പോയാൽ നമ്മുടെ രഥം തകരും, ശരീരമാകുന്ന രഥം തകരും. അതുപോലെ അവിടെയുള്ള കടിഞ്ഞാണായിട്ട് മനസ്സ്, നമ്മുടെ മനസ്സാകുന്ന കടിഞ്ഞാൺ കൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോന്ന്, അതായത് കർമ്മ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ഭാഗങ്ങളാണ്, അതിൻ്റെ ചക്രങ്ങളായിട്ടിവിടെ പറയണു. പിന്നെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന രഥിയായിട്ട് ജീവനാണെന്ന് പറയും. നമ്മൾ തന്നെയാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ജീവനുണ്ട്, ആ ജീവനാണ് രഥി. ഇനി ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു വഴിയുണ്ട്. ആ രഥിയുടെ കയ്യിൽ ഒരു ധനുസ്, അതായത് പ്രണവം, ഓങ്കാരം.
അപ്പോൾ ഓങ്കാരമാകുന്ന ധനുസ്സുകൊണ്ട് ആ ഓങ്കാരോപാസനയിലൂടെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക. ഇതാണ് മനുഷ്യജീവന്റെ ലക്ഷ്യം. അപ്പോൾ ഈ ശരീരമാകുന്ന രഥത്തിലുള്ള ജീവചൈതന്യത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണമെങ്കിൽ ത്രിപുരദഹനം അതാണെന്ന് പറഞ്ഞു വയ്ക്കാം. ശ്രീ പരമേശ്വരനാകുന്ന ഗുരുനാഥന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ത്രിപുരങ്ങളെ ദഹിപ്പിക്കുന്ന കഥ, അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ശരീരമാകുന്ന രഥത്തെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം. ഇല്ലെങ്കിൽ ഈ ശരീരം നശിച്ചാൽ കാര്യമില്ല. സാധാരണ പറയാറുണ്ട്, ഏകാശത്ത് പറയും ആത്മഹ, അവനാണ് സ്വയം നശിച്ചവൻ. അവിടെ പറയുക തോണിയായിട്ടാണ് ശരീരത്തെ. ആ തോണിയെ, ശരീരമാകുന്ന തോണിയെ ഗുരുനാഥൻ്റെ അനുഗ്രഹമായിരിക്കുന്ന പായ വലിച്ചു കെട്ടി ഭഗവാന്റെ അനുഗ്രഹമായിരിക്കുന്ന കാറ്റ് ഉണ്ടാവണു. എന്നിട്ടും ഈ ശരീരമാകുന്ന തോണിയെ മറുകരയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതാണ് ആത്മഹ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം എന്തായിരിക്കണം? നമ്മുടെ ജീവിതത്തിൽ എന്താണ് ലക്ഷ്യമെന്നിതാ ചുരുക്കി പറഞ്ഞു തന്നിരിക്കുന്നു. ഉപാസനയിലൂടെ ഈ ശരീരമാകുന്ന രഥത്തെ, ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ, മനസ്സാകുന്ന കടിഞ്ഞാണുകോടുകൂടി ബുദ്ധിയാകുന്ന സാരഥിയെ കൊണ്ട്, അപ്പോൾ ബുദ്ധിയെ കൊണ്ട് മനസ്സിനെ പിടിക്കുക, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പിടിച്ചുകൊണ്ട് നമ്മുടെ ശരീരമാകുന്ന ഈ രഥത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ എപ്പോഴും ചിന്തിക്കണം. ആ ചിന്ത എന്തെന്ന് ചോദിച്ചാൽ ഭഗവത് ചിന്ത, മറ്റൊന്നും വേണ്ട. ഇവിടെ ഈശ്വരാരാധനയിലൂടെ, ഈശ്വര സ്മരണയിലൂടെ, അല്ലെങ്കിൽ പ്രഹ്ലാദകുമാരൻ പറഞ്ഞ ഭക്തിയിലൂടെ, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ആ ആത്മനിവേദനത്തിലൂടെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്നലെ പറഞ്ഞു സത്സംഗം, ആ സത്സംഗത്തിൻ്റെ ഭാഗ്യം ഈ ഒരു അമ്മമാരുടെ മുമ്പിലിരുന്നു കൊണ്ട് പ്രഹ്ലാദൻ്റെ സ്തുതി പറയാൻ സാധിച്ച ഭാഗ്യം, ആ ഭാഗ്യം എന്താണോ പറഞ്ഞത് അത് മുഴുവൻ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ, അച്ഛനമ്മമാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ സജ്ജനങ്ങളെയും ഒന്നും കൂടി നമസ്കരിച്ച സജ്ജന സംസർഗം നമുക്കൊക്കെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണു. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇത്രയും ശബ്ദമുള്ളൂ നാമജപത്തിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞിട്ട്. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ.